യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശു മതി എനിക്ക്. യേശു മതി. 2 കൊരിന്ത്യർ 4-ാം അധ്യായം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ 7-ാമത്തെ വാക്യം. ഈ അത്യന്ത ശക്തി ഇത് ഞങ്ങളുടെ സ്വന്തമല്ല. ഈ മൺപാത്രത്തിൽ കർത്താവ് എന്ത് ചെയ്തു? ഞാൻ അതിന് യോഗ്യനുമല്ല, പക്ഷേ ഈ മൺപാത്രത്തിൽ കർത്താവ് നിറച്ചിരിക്കുക. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ 3-ാം അധ്യായം മുഴുവൻ നമ്മൾ പഠിച്ചു. പഴയ നിയമം ന്യായപ്രമാണം അത് അക്ഷരമാണ്, അത് നമ്മളെ ജീവിപ്പിക്കത്തില്ല. അക്ഷരം കൊല്ലുന്നു എന്ന് പറയാനൊരു കാരണമുണ്ട്, അത് നമ്മൾ ചിന്തിച്ചു. പക്ഷേ പുതിയ നിയമത്തിലെ യേശുവിൽ കൂടുള്ള പ്രമാണം അതൊരു പുതിയ നിയമ ക്രിസ്ത്യാനി, അത് ക്രിസ്തുവിൽ കൂടി വീണ്ടും ജനിച്ച വ്യക്തിയുടെ വ്യത്യാസം അത് നമ്മൾ എന്ത് ചെയ്യുന്നു? ജീവിപ്പിക്കുന്നു, അത് നമ്മളെ ഒരുക്കുന്നു, അത് നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം തരുന്നു. അതൊക്കെ നമ്മൾ പഠിച്ചു. അതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട് ഈ പുതിയ നിയമവും പഴയ നിയമവും മാത്രമല്ല അതിൻ്റെ വ്യത്യാസം. ഈ പേജ് അങ്ങോട്ട് 2 തിരിക്കുമ്പോൾ ആ ഇൻഡെക്സ് ഇടയ്ക്കൊരു പുതിയ നിയമം എഴുതിയിട്ടുണ്ടല്ലോ, അതിൻ്റെ ഇപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ ജീവനും അപ്പുറത്തോട്ട് തിരിക്കുമ്പോൾ അത്രയും ജീവനില്ല എന്ന് മാത്രമല്ല, അതിനൊരു കാരണമുണ്ട്. ആ കാരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ പഴയ നിയമത്തിൽ ഇല്ലാത്ത ഒരു കാര്യം, പഴയ നിയമത്തിൽ ടാബർനാക്കിൾ അല്ലെങ്കിൽ സമാപന കൂടാരത്തിൽ മാത്രം വ്യാപരിച്ചുകൊണ്ടിരുന്ന ഒരു ദൈവശക്തി, സമാപന കൂടാരത്തിലും എവിടെയാണ്? ദൈവമക്കൾക്ക് അത് കാണാൻ കഴിയുമോ? എല്ലാവർക്കും ഒരു കൊതി വരത്തില്ല ഇതിൻ്റെ അകത്തിരിക്കുന്നത്. ഞാൻ സൗദിയിലാണല്ലോ ജനിച്ചു വളർന്ന, ചെങ്കടൽ തീരത്താണ് ജനിച്ചതും വളർന്നതും പഠിച്ചതും ഒക്കെ. ഇത്രയും വർഷം 20 വർഷത്തോളം ഞങ്ങളെല്ലാവരും കുടുംബമായിട്ട് അവിടെ ഉണ്ടായിട്ട് ഞങ്ങൾക്ക് മാത്രമല്ല സൗദിയിലുള്ള മുഴുവൻ ആൾക്കാർക്ക്, ഇനി നിങ്ങൾക്ക് പോലും കാണും, ഖാബ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരിങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ബ്രാസൊക്കെ വെച്ച് പണിത് വെച്ചിരിക്കുക, മുഴുവൻ കൊത്തുപണിയുള്ള. അതിൻ്റെ മേളിൽ ബ്ലാക്ക് സിൽക്കിൽ അതും സ്വർണ്ണ നൂലൊക്കെ വെച്ചിട്ട് ഒരു ലൈനിങ് ഒക്കെയുള്ള ഒരു തുണിയൊക്കെ വെച്ച് എല്ലാവരും പടത്തിലേ കണ്ടിട്ടുള്ളൂ. ഹിസ്റ്ററി ഓഫ് സൗദി അറേബ്യ എന്നൊക്കെ ഒരു പഴയ പുസ്തകം 60കളിൽ ഒരു സായിപ്പൊക്കെ അവിടെ ചെന്ന് ഓയിൽ അരാംകോ കമ്പനിയിലൊക്കെ ഉണ്ടായിരുന്ന ഡ്രില്ലിംഗ് ടീമിലുണ്ടായിരുന്ന ഒരു സായിപ്പൊക്കെ അന്നത്തെ ഹിസ്റ്ററിയൊക്കെ എഴുതിയൊരു പുസ്തകം, അതിൻ്റെ ഫ്രണ്ടിൽ ഈ പടമുണ്ട്. അതാണ് ഞാൻ ആദ്യമായിട്ട് ഈ പടം കാണും. പിന്നെ എൻസൈക്ലോപീഡിയയിലുണ്ട്, എല്ലാം. ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിൽ പിന്നെ മുസ്ലിം അല്ലാത്തവർക്ക് അവിടെ കയറാൻ പറ്റത്തില്ല. പപ്പ പക്ഷേ ഡ്രൈവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ കുടുംബമായിട്ട് ഒരു പ്രാവശ്യം വേറെ ആവശ്യത്തിന് ഇങ്ങനെ അവിടെ ചെന്ന് പറ്റിപ്പോയതാണ്. അങ്ങനെ അവിടെ ആരും കയറ്റത്തില്ല. അവർ മെഷീൻ ഗണ്ണും ഒക്കെ ആയിട്ട് ഭയങ്കര ഹൈ സെക്യൂരിറ്റി ഏരിയ. മുസ്ലിം അല്ലാതെ അതിൻ്റെ പാസ്പോർട്ട്, അവരുടെ ഇഖാമ പെർമനൻറ്റ് റെസിഡൻറ്റ് പച്ചയാണ്. അപ്പം പച്ച ഇഖാമ ഇല്ലാത്ത ആരെയും അങ്ങോട്ട് ആ ഏരിയക്കകത്തോട്ട് കയറ്റത്തില്ല. എല്ലാവർക്കും ഒരു വലിയ ജിജ്ഞാസമാണ്, എന്തുവാണ് ഇതിൻ്റെ അകത്തുള്ളത്, എന്തുവാണെന്നറിയാൻ, ഇല്ലേ? അല്ലേ? ഇതുപോലെ തന്നെ അതിൻ്റെ അകത്തൊന്നുമില്ല. അതാണ് അതിൻ്റെ രസം. അതിൻ്റെ അകത്ത് ഒന്നുമില്ല. പക്ഷേ പഴയ ആൾക്കാർ പറയുന്നു ഇവർക്ക് പണ്ട് 10 മാസമാണ് ഇവർക്കുള്ള 300 ദൈവങ്ങളുണ്ടായിരുന്നു. ഓരോ ദൈവങ്ങളെ അവരുടെ ഇടയ്ക്കുള്ള സ്റ്റാൻഡിലെടുത്ത് ഇങ്ങനെ വെക്കും. ആ സ്റ്റാൻഡിൽ വെച്ചിട്ട് അവർ ഓരോ ദിവസവും ഓരോ പ്രതിഷ്ഠകൾ, അങ്ങനെ ഷെൽഫുകളുണ്ട്. കാര്യം ഇവർ അന്യാരാധനക്കാരായി തന്നെയായിരുന്നു. നബിയുടെ 3ാമത്തെ ഭാര്യ അടിമയായിട്ട് പിടിച്ചുകൊണ്ട് വന്ന ഒരു ഭാര്യ, ഒരു വളരെ നീളമുള്ള പേരുള്ള ഒരു ഭാര്യ, ആ ഭാര്യയിൽ നിന്ന് കിട്ടിയ ഒരു പഴയ നിയമം, ആ പഴയ നിയമം തൻ്റെ ഒരു വേർഷനായിട്ടൊക്കെ തർജ്ജിമ ചെയ്താണ് ഈ മൂസാ നബിയും ഇബ്രാഹിം നബിയും യൂസഫ് എല്ലാവരും, പഴയ ദാവൂദും പഴയ നിയമ ഭക്തരെല്ലാവരും ഇതിൻ്റെ അകത്തുണ്ട്, ഖുറാൻ്റെ അകത്തുണ്ട്. ഈ കഥകളെല്ലാം ഉണ്ട്. ചിലതിലൊക്കെ ഒരു ട്വിസ്റ്റഡ് വേർഷൻ മാത്രം, അതുപോലെ കോപ്പി അടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ അവർ പറയുന്നത് വെളിപ്പാട് കിട്ടിയതാണ്, അതിൻ്റെ കാര്യം ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. ചരിത്രത്തിൽ എഴുതിയിട്ടുള്ള കാര്യവും അതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഞാൻ പറഞ്ഞത് ആ ഒരു പ്രമാണമൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് ഇവർ വിഗ്രഹാരാധനയിൽ നിന്ന് മാറ്റിയതെങ്കിലും അവിടെ വ്യാപരിക്കുന്ന ഒരു ശക്തി ഇതിൻ്റെയാണ്. ചിലർ പറയുന്നത് നബിയുടെ ഒരു കട്ടിലും ഒരു ടീപ്പോയും ഒരു ജഗ്ഗും ഒക്കെ മാത്രമേ ഉള്ളെന്നൊക്കെ പറഞ്ഞ് യൂട്യൂബിൽ അതിൻ്റെ അല്ല, അതിൻ്റെ ഒക്കെ ഒരു ഫേക്ക്. എന്തുമായാലും അവിടുത്തെ രാജാവിന് മാത്രം വർഷത്തിലൊരിക്കൽ അതിൻ്റെ അകത്ത് പ്രത്യേക ശുദ്ധീകരണ കർമ്മമൊക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് പോയി താഴെ ചുംബിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും ഇപ്പോഴും ആഗ്രഹം അതിൻ്റെ അകത്ത് എന്തുവാന്ന് ഒന്നറിയാം. വലിയൊരു സംഭവമാണ്. ഈ പോകുന്ന ആൾക്കാർ മുഴുവൻ അതിനെയാണ് ഈ വളയം വെക്കുന്നത്. അപ്പോൾ അവരുടെ മേലെ ഒരു ശക്തിയൊക്കെ എന്തോ ഒരു ദുഷ്ടശക്തിയുടെ ഒരു കേന്ദ്രം തന്നെയാണ് എന്ന് പറഞ്ഞ പോലെ ഈ പഴയ നിയമ ഇസ്രായേൽ 3 ഗോത്രം വെച്ചിട്ട് ഇതിൻ്റെ ചുറ്റിനും താളിക്കുമ്പോൾ അവിടെ ശുശ്രൂഷിക്കുന്ന ലേവ്യർക്ക് പോലും അതിപരിശുദ്ധ സ്ഥലത്തിൻ്റെ അകത്തുള്ള ദൈവസാന്നിധ്യം അനുഭവിക്കുവാൻ കഴിയത്തില്ല. അഹരോണിയ പാരമ്പര്യമുള്ള
അതും അതിൻ്റെ അകത്ത് പാരമ്പര്യത്തിലുള്ള എല്ലാവരും അല്ലല്ലോ, മഹാപുരോഹിതനായിട്ട് തിരഞ്ഞെടുക്കുന്ന വ്യക്തി മാത്രം വളരെ ശുദ്ധിയോടുകൂടി, ഒരല്പം പോലും, അവർക്ക് ശരീരശുദ്ധിയും നിർബന്ധമാണല്ലോ പഴയ നിയമത്തിൽ, അതാണ് മുസ്ലിംസൊക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്നത്. അപ്പം ശാരീരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും ഒരു രീതിയിലുള്ള അശുദ്ധി വരാതെ അവർക്ക് പ്രമാണമുണ്ട്. ആ പ്രമാണപ്രകാരം എന്തെങ്കിലും കാരണവശാൽ പുള്ളിക്ക് ഒരല്പം ചിന്തയിൽ എന്തെങ്കിലും ഒരു അശുദ്ധി ഉണ്ടെങ്കിൽ മരിച്ചവിടെ പിന്നെ സ്വർണ്ണ ചങ്ങല വെച്ച് വലിച്ചു വേണം ആ ശവം വെളിയിലെടുക്കാൻ. താനല്ലാതെ തന്നോട് എല്ലാവരും ചോദിച്ച് കാണുമില്ലേ എങ്ങനെ അതിൻ്റെ അകത്തെ ദൈവ സാന്നിധ്യം. അങ്ങനായിരുന്നു പഴയ നിയമത്തിൽ. നമ്മളും പഴയ നിയമത്തിലായിരുന്നു, ഒരിക്കലും ഈ ദൈവ സാന്നിധ്യം കാണത്തില്ലായിരുന്നു, അനുഭവിക്കത്തില്ലായിരുന്നു. ഇപ്പോഴോ മനസ്സിലായോ പുതിയ നിയമവും പഴയ നിയമത്തിൻ്റെ വ്യത്യാസം? പുതിയ നിയമത്തിൽ കൂടെ നമ്മൾ ഏത് കുടുംബത്തിലാണെങ്കിലും മലയാളിയോ ചൈനീസോ ആഫ്രിക്കനോ അമേരിക്കനോ ഒന്നും വ്യത്യാസമില്ലാതെ, ഏത് മനുഷ്യനും അതിൽ ചെറുപ്പവും പ്രായവും ആണും പെണ്ണും വ്യത്യാസമില്ലാതെ നമ്മൾ ക്രിസ്തുവിനെ സ്വീകരിച്ചതുകൊണ്ട്, ക്രിസ്തു പോയപ്പോൾ വാഗ്ദത്തം ചെയ്ത ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അല്ലെങ്കിൽ ദൈവം, പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവത്തേക്കാൾ കുറഞ്ഞൊരു ശക്തിയല്ല, ദൈവത്തിൻ്റെ ഒരു വ്യക്തിത്വമല്ല, മൂന്നാം വ്യക്തിത്വമാകുന്ന ഹോളി സ്പിരിറ്റ് ഗോഡ് എന്ന് തന്നെ അപ്പോസ്തല പ്രവൃത്തിയിൽ എഴുതിയിരിക്കുന്ന ആ പരിശുദ്ധാത്മാവാം ദൈവം നമ്മുടെ ഉള്ളിൽ വാസം ചെയ്യുന്നത് കൊണ്ടാണ് നമ്മളിൽ ഈ പുതുക്കമുള്ളത്. നമ്മൾ ആത്മാവ് ജീവിപ്പിക്കുന്നു പറയുന്നത് എപ്പോഴാണ്? 3-ാം അധ്യായത്തിൽ മുഴുവൻ നമ്മൾ ഈ ആത്മാവ് ജീവിപ്പിക്കുന്നു. പുതിയ നിയമം വായിക്കുമ്പോൾ മൂടുപടം നീങ്ങിപ്പോവും, പഴയ നിയമം വായിക്കുമ്പോൾ മൂടുപടം നീങ്ങത്തില്ല, അതവിടെ കിടക്കും. മനസ്സിലായോ? അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലൊക്കെ ഈ ആത്മാവിൽ ക്ഷീണിക്കുമ്പോൾ ദൈവദാസന്മാർ പോലും പഴയ നിയമം എടുത്ത് നിന്നെ വാലല്ല തലയാക്കും, നിന്നെ ലോകത്തിൽ മാനിക്കും. എബ്രഹാമിൻ്റെ ആടുമാടുകൾ, ലോത്തിൻ്റെ ആടുമാടുകൾ, ആരുടെയൊക്കെ എന്തെങ്കിലും വീടോ വസ്തുവോ എല്ലാം പറയാനുണ്ടെങ്കിൽ അതെല്ലാം യോസേഫിനെ രാജാവാക്കിയ ദൈവം. യോസേഫ് ജാതീയ സ്ത്രീയെ കല്യാണം കഴിച്ച് ദൈവത്തിൻ്റെ പ്രമാണം തെറ്റിച്ചതൊന്നും പറയത്തില്ല. അത് നിമിത്തം താനെ ഒരിക്കലും ഗോത്രപിതാവാക്കിയില്ല കർത്താവ്, തൻ്റെ പേര് പോലും അവിടെ പറഞ്ഞില്ല, അതൊന്നും പറയത്തില്ല. യോസഫിന് കിട്ടിയ രാജസ്ഥാനം മാത്രം, നമ്മളെല്ലാം രാജാക്കന്മാരാണെന്നും ഇതൊക്കെ ഒരിടത്തല്ല, സ്ഥിരം പിശാചിനാൽ അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ അല്ലാതെ മനുഷ്യനെ സന്തോഷിപ്പിക്കാൻ പറയുന്ന ഒരു ഡയലോഗ്. ഇതെല്ലാം പഴയ നിയമത്തിൽ നിന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ നമ്മളും രാജാവായിട്ട് സിംഹാസനത്തിലൊക്കെ ഇരിക്കുന്ന സ്വപ്നം കാണും, സ്വർഗീയ സിംഹാസനം മറന്നും പോകും. ഇവിടെ ഒട്ട് സിംഹാസനം കിട്ടുമോ? അതില്ല. കാര്യം കർത്താവ് കൈവിട്ടവർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടും, അത് അവർക്ക് മാത്രമല്ലല്ലോ, അത് കണ്ട പ്രതിഷ്ഠകളെയൊക്കെ സേവിക്കുന്ന എല്ലാ അന്യമൂർത്തികളെ സേവിക്കുന്നവനും കിട്ടുന്നുണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഒരു മൂർത്തിയെ സ്വർണ്ണം കൊണ്ട് പിന്നെയും അംബാനി തൊട്ട് എല്ലാവരും എല്ലാ ബിസിനസ്സുകാരും വാരി കിലോ കണക്കിന് തുലാഭാരം അവരുടെ വെയിറ്റിനുള്ള സ്വർണ്ണം അവർ കൊടുക്കുന്നത്, അല്ല കുറച്ച് മണിയൊന്നുമല്ല. 70 കിലോ 100 കിലോ 80 കിലോ സ്വർണ്ണമൊക്കെ കൊടുക്കുമ്പോൾ അവർ കൊടുക്കുന്നതിൻ്റെ കാരണം തന്നെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കിട്ടാനാണെങ്കിൽ സ്ഥലം തെറ്റിപ്പോയി, ദൈവത്തിൻ്റെ സന്നിധിയല്ല, അവിടെ ചെന്നാൽ ശരിക്കും കിട്ടും. ഈ ലോകത്തിൻ്റെ പ്രഭു തരും. അത് കർത്താവും പറഞ്ഞിട്ടുണ്ട്, പിശാചും കർത്താവിനോട് പറഞ്ഞു ഇത് മുഴുവൻ ഞാൻ തരാം, എന്നെ ഒന്ന്. അപ്പം ലോകത്തിൽ വല്ലതും കിട്ടാനാണെങ്കിൽ അതാ നല്ലത്, ഏറ്റവും നല്ലത്, പെട്ടെന്ന് കിട്ടും, ഒന്നും ചെയ്യണ്ട, പാപവും ശുദ്ധീകരിക്കേണ്ട ഒന്നും കിട്ടില്ല. പക്ഷെ അതോടുകൂടി നിന്നെ എന്ത് ചെയ്യും? തീർക്കും. നമ്മൾ ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന നമ്മുടെ മേലൊരു വിളിയുണ്ട്. നമ്മളങ്ങ് സുവിശേഷം കേട്ടൊരു പരസ്യവും കേട്ടൊരു പാസ്റ്റർ വന്ന് നമ്മളോട് പറഞ്ഞു നമ്മുടെ നല്ല സ്വഭാവത്തിന് നമ്മളങ്ങ് മാനസാന്തരപ്പെട്ട് വന്നതൊന്നും അല്ല. നമ്മൾ ഏതൊക്കെ രീതിയിൽ രക്ഷപ്പെടാം, ഞാനും നിങ്ങളും ഏതൊക്കെ രീതിയിൽ പിടികൊടുക്കാതെ രക്ഷപ്പെടാൻ നോക്കിയോ? എത്ര വർഷങ്ങൾക്ക് മുമ്പേ നമ്മളോടൊക്കെ ആദ്യം കർത്താവിൻ്റെ വചനം ഇടപെട്ടതാണ്. പിടികൊടുത്തില്ല. നമ്മൾ പിടികൊടുക്കാതെ തെന്നി കുറച്ചുകൂടി ലോകം ആസ്വദിച്ചോ, ഇതൊന്ന് ശരിക്കും ഒന്ന് ആസ്വദിക്കാനൊക്കെ നമ്മൾ കറങ്ങി നടന്ന് അവസാനം കർത്താവ് എന്ത് ചെയ്തു? ഒരു പൂട്ടിട്ടു. ഇല്ലേ? ഒരു ഫുൾ പിടിച്ച്, കാര്യം ഇനി നീ പോയി കഴിഞ്ഞാൽ നീ എന്ത് ചെയ്യും? നശിച്ചു പോകും. എന്നിട്ടാണ് കർത്താവ് നമ്മളെ യേശുവിനാൽ ശുദ്ധീകരിച്ച് യേശു ക്രിസ്തുവിൽ കൂടെ ഒരു വീണ്ടും ജന്മം പ്രാപിച്ച്. ഇവിടെ എഴുതിയിരിക്കുന്നത് ഈ മൺപാത്രം യോഗ്യമല്ല. ഒന്നുകൂടെ 7-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കണേ. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ അല്ല, ദൈവത്തിൻ്റെതാ. ദ എക്സലൻസ് ഓഫ് ദിസ് പവർ, ഈ ശക്തിയുടെ മഹത്വം, അത്യന്തം എന്ന് മാത്രം എഴുതുമ്പോൾ ദ എക്സലൻസ് ഓഫ് ദിസ് പവർ, ദാറ്റ് സംതിങ് ടു ബി ഷോൺ ഔട്ട്. ഈ എക്സലൻസ്, അതിൻ്റെ ആ മഹത്വം, അതിൻ്റെ ആ ഭയങ്കരം, അല്ലെങ്കിൽ അതിൻ്റെ ശ്രേഷ്ഠത, ഈ ശക്തിയുടെ ശ്രേഷ്ഠത എൻ്റേതല്ല, ദൈവത്തിൻ്റെതാ. പക്ഷെ അത് ആരിൽ വെളിപ്പെടണം? ഈ ശക്തി വെളിപ്പെട്ടില്ലെങ്കിൽ ചുമ്മാ അത് ഇന്ന കാരാന്ന് പറഞ്ഞ് ചിലർ പറയും പെന്തിക്കോസുകാർ, ചിലർ പറയും ആ കാർ ഈ കാർ, ഒരു പേരൊക്കെ പറയും. പെന്തിക്കോസിൻ്റെ അർത്ഥം എന്തുവാ? 50-ാമത്തേന്ന്, അത്രയേ ഉള്ളൂ. അത് പഴയ നിയമ ഉത്സവം.
ആ ഉത്സവത്തിൻ്റെ ദിവസം, ഒരു ഓണ ദിവസം അല്ലെങ്കിൽ ഒരു ക്രിസ്മസ് ദിവസം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവധി ദിവസം, അവധിയുടെ പേരായതുകൊണ്ടാണ് ഞാൻ 2 വലിയ അവധിയുടെ പേര് പറഞ്ഞത്. ഏതെങ്കിലും ഒരു അവധി ദിവസം നമ്മളിരുന്ന് ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ആ അവധിയുടെ പേരിലാണോ അറിയപ്പെടുന്നത്? അല്ലല്ലോ. അല്ലെങ്കിൽ ആ നാഷണൽ ഹോളിഡേയുടെ പേരിലാണോ അറിയപ്പെടുന്നത്? അല്ല. അതുകൊണ്ട് പെന്തിക്കോസ്തുകാരനൊന്നുമില്ല. അന്ന് വ്യാപരിച്ച പരിശുദ്ധാത്മാവാണ് ഇവിടെ പ്രാധാന്യം, ഇല്ലേ? നിന്നിൽ ആത്മാവുണ്ടോ, നിന്നിൽ ആത്മാവില്ലയോ? പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുമ്പോൾ ആത്മാവ് എന്ത് ചെയ്യും? വിട്ടുപോകും. അത് എന്നിലും വിട്ടുപോകും, നിങ്ങളിലും വിട്ടുപോകും. ഞാനും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാൽ എന്ത് ചെയ്യും? പിന്നെ എൻ്റെ അറിവിൽ എന്തെങ്കിലുമൊക്കെ പ്രസംഗിക്കാവുന്നേ ഉള്ളൂ. ഒരു ദൈവപ്രവൃത്തി നടക്കത്തില്ല. പിശാചും ഒരു പേടിയും കാണത്തില്ല, പിശാചും പോകത്തില്ല, ഒന്നും പോകത്തില്ല. അപ്പോഴാണ് എനിക്ക് പിന്നെ ലോകത്തെ സ്നേഹിക്കാൻ തോന്നുന്നത്, ലോകത്തിൻ്റെ വിഷയങ്ങൾ. എൻ്റെ കാഴ്ചപ്പാട് പോയില്ലേ? പരിശുദ്ധാത്മാവ് ഉള്ളിടത്തോളം ഞാൻ എന്ത് ചെയ്യും? സ്വർഗീയത പ്രസംഗിക്കും. പരിശുദ്ധാത്മാവ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ മോട്ടിവേഷണൽ സ്പീക്കിംഗ് ആയിരിക്കും. എങ്ങനെയെങ്കിലും ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് വിടണമല്ലോ. ഞായറാഴ്ച ഒന്ന് സന്തോഷിപ്പിച്ച് വിടണ്ടേ? അതിന് പിന്നെ ഈ ലോകത്തിൻ്റെ വിഷയങ്ങൾ മുഴുവൻ എവിടുന്നെങ്കിലും പ്രാപിച്ച ഏതെങ്കിലും പുസ്തകം വായിച്ചത് പലപ്പോഴും ദേവദാസന്മാരെ കണ്ടിട്ടുണ്ട്. ആരെങ്കിലും എഴുതിയ ഒരു ഓതറിൻ്റെ പുസ്തകം വായിച്ചുകൊണ്ട് സ്റ്റേജിൽ വന്ന് നിൽക്കും പ്രസംഗിക്കാൻ. ബൈബിൾ എന്ത് ചെയ്യും? ഞാൻ ഒരു ദേവദാസനോട് ശരിക്കും ചോദിച്ചു, എന്ത് ചെയ്യും ദേവദാസ, ബൈബിൾ എന്ത് ചെയ്യും? ഇത് പാസ്റ്റർ വായിച്ചിട്ടുണ്ട്, ഈ പുസ്തകം ഇത് വായിക്കണം. 2040 വിൻഡോ, വേറൊരു ദേവദാസൻ വേറൊരു പുസ്തകത്തിൻ്റെ ഒക്കെ പേര് പറയും, ഇത് വായിക്കണം. എന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് ചില പോയിന്റ്സ് അങ്ങ് പറയില്ല. ആരെങ്കിലും ജീവൻ പ്രാപിക്കുമോ? ദൈവം സ്തോത്രം. ഇവിടെ എഴുതിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ ജീവൻ പ്രാപിക്കുന്നത്? ഈ മൺപാത്രം പൊട്ടുന്നതാണ്. ഈ മൺപാത്രം വെറും മണ്ണാണ്. ഈ മൺപാത്രത്തിന് ഒരു ബലവുമില്ല. ആ കഴുതയെ പോലെ അല്ലേ, അതിൻ്റെ മേൽ യേശു കർത്താവ് ഇരുന്നത് കൊണ്ട് ആൾക്കാർ ഈ തുണിയൊക്കെ വിരിച്ചതും ആൾക്കാർ ഈ ഹോസാന പാടിയത്. കഴുത വിചാരിക്കണ്ട, ഇത് കഴുതയുടെ പ്രത്യേകതയാണ്, ഇതിൻ്റെ മേൽ യേശു ഉള്ളത് കൊണ്ടാണ് എന്ന് പറയുന്ന പോലെ ഈ മൺപാത്രം വെറും മണ്ണാതെ മക്കളെ, ഒന്നുമില്ല. അഹങ്കരിക്കാനോ കുടുംബ പേരോ അല്ലെങ്കിൽ ലോകത്തിൽ എന്തെങ്കിലും ജ്ഞാനമുണ്ടെന്നോ പണമുണ്ടെന്നോ ഒക്കെ വിചാരിച്ച് അനേകർ അറിയാതെ അവരുടെ ആത്മീയ ക്ഷീണത്തിൽ അഹങ്കരിച്ച് പോകുമ്പോൾ, നോ, ഇവിടെ 7ാമത്തെ വാക്യത്തിൽ പറയുക ഇത് വെറും മൺപാത്രമാണ്. ഇതിൻ്റെ അകത്ത് ഒരു ട്രഷറുണ്ട്. അത്യന്ത ശക്തി എന്ന് എഴുതിയിരിക്കുമ്പോൾ ഒരു നിക്ഷേപം, ഇല്ലേ? ഇവിടെ എഴുതിയിരിക്കുന്നത് ഒരു നിക്ഷേപം. there is a treasure. ഈ ലോകത്തിൽ ഉള്ള തങ്കം അല്ലെങ്കിൽ വിലയേറിയ രത്നങ്ങൾ അതൊന്നും അല്ല ഈ നിക്ഷേപം. അതിലൊക്കെ എത്ര വിലയേറിയതാ. അതിനെയൊക്കെ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ശക്തിയാണ്. ഈ മൺപാത്രത്തിൻ്റെ അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറമുണ്ടെങ്കിൽ ഇതിന് വിലയുണ്ട്. പിശാചിന് ഇതിനെ പേടിയുണ്ട്. നമുക്ക് പിശാചിൻ്റെ മേൽ ജയമുണ്ട്. നമുക്ക് കർത്താവുമായിട്ടൊരു ബന്ധമുണ്ട്. നമുക്ക് വി ഹാവ് എ ടോക്കിംഗ് റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. നമുക്ക് കർത്താവുമായിട്ടൊരു സംസാര ബന്ധമുണ്ട് പ്രാർത്ഥനയിൽ കൂടെ. ഈ മൺപാത്രത്തിൽ പരിശുദ്ധാത്മാവില്ലെങ്കിലോ? നിങ്ങൾ പൊതുവേ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പുതിയ വിശ്വാസികൾ അവർക്ക് ഭയങ്കര എരിവാണ്. രോഗം വന്നാൽ അവർ കർത്താവിൽ ആശ്രയിക്കും. ക്യാൻസർ അല്ല, എന്ത് സിൻഡ്രോം വന്നാലും അവരെന്ത് ചെയ്യും? വളരെ സ്ട്രെയിഞ്ച് അസുഖങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ വന്ന് പിന്നെ ആർക്കും ഒന്നും അറിയത്തില്ല, തളർന്നങ്ങ് ചാവും. ഓരോരോ അവയവങ്ങൾ ഫെയിലാവും, ചാവും. അങ്ങനെ ഒത്തിരി സിൻഡ്രോംസ്, ഒരു സിൻഡ്രോം മാത്രമല്ല, ഒത്തിരി സിൻഡ്രോംസ് ഉണ്ട്. ഇനി എന്ത് അസുഖം വന്നാലും ഡോക്ടർ എത്ര പേടിപ്പിച്ചാലും ഞാൻ എൻ്റെ കർത്താവിൽ ആശ്രയിക്കുന്നു. ജീവൻ്റെ മരണത്തിൻ്റെയും താക്കോൽ ആരുടെ കയ്യില? ഇവിടെ സ്പെഷ്യാലിറ്റി ആശുപത്രിയുടെ കയ്യിലോ ഈ സീനിയർ ഡോക്ടറുടെ കയ്യിലോ ഒന്നും അല്ല, വെന്റിലേറ്ററിൻ്റെ കയ്യിലൊന്നും അല്ല. ചുമ്മാ അത് മരിച്ചു കഴിഞ്ഞിട്ട് ശവത്തെ നാറ്റിക്കാതിരിക്കാൻ വെന്റിലേറ്ററിൽ ഇടാമെന്നേ ഉള്ളൂ. ഈ ജീവൻ്റെയും മരണത്തിൻ്റെയും താക്കോൽ, ദ കീസ് ടു ലൈഫ് ആൻഡ് ഡെത്ത്, അല്ല ഇത് എൻ്റെ യേശുവിൻ്റെ കയ്യിലാണോ? അതൊന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ ദൈവമക്കളെ നമ്മൾ വിശ്വാസികളാന്ന് പറഞ്ഞത്? ഞാൻ പറഞ്ഞില്ല, ഇന്ന സഭക്കാരാന്ന് പറയുന്നതിൻ്റെ അകത്ത് ഒരു കാര്യവുമില്ല. പരിശുദ്ധാത്മാവ് ഉള്ളിലുണ്ടെങ്കിൽ ആത്മാവിലുള്ള ജീവനുണ്ട്. ലോകം പറയും ഇവർ ദൈവമക്കളാന്ന് പറയും, ഇവർ ദൈവശക്തി വ്യാപരിക്കുന്നു എന്ന് പറയും. എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടെ എഴുതിയിരിക്കുന്നു, വെറും മൺപാത്രമാ, ഇതിൻ്റെ അകത്തുള്ള നിക്ഷേപം, ഇതിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു ട്രഷർ വെച്ചിട്ടുണ്ട്. കർത്താവ്, ഇത് വിലയേറിയതാണ്. അതുകൊണ്ട് ഇത് നമ്മൾ വളരെ വിശുദ്ധീകരണത്തോട് കാത്തിരുന്നാൽ മാത്രമേ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കുവാൻ കഴിയത്തുള്ളൂ. വീണ്ടും നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോഴാണ് അല്പം കൂടി നിറവ് കിട്ടുന്നത്. ഇത് വിലയേറിയതാ. വിലയേറിയതൊക്കെ നമ്മൾ എങ്ങനെ കഴിഞ്ഞ ആഴ്ച ഓർപ്പിച്ച പോലെ വിലയേറിയതൊക്കെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ വളരെ സൂക്ഷിച്ചാൽ നിങ്ങൾ വളരെ വിലയുള്ള പേനകളോ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, വിലയേറിയത്. പണ്ട് ആഭരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഡയമണ്ട് അല്ലെങ്കിൽ ആ വിലയേറിയതിൻ്റെ ബോക്സിന് തന്നെ എന്തോ ഈട്ടിപ്പെട്ടിയും കൊത്തുപണിയൊക്കെ ആയിട്ട്. അതുപോലെ എന്തും, ഒരു പേന പോലും, ഒരു ക്രോസ് പേന, അതിൻ്റെയൊക്കെ വില കൂടിയത്. ഷെഫറും പാക്കറും ഒക്കെ ഉള്ളപ്പോൾ തന്നെ ക്രോസോ അല്ലെങ്കിൽ വളരെ എന്തൊക്കെയോ ഉണ്ട്, സ്വിസ് പെൻസോ, അത് അങ്ങനെയൊക്കെ വിലയേറിയതിൻ്റെ പെട്ടിക്കുണ്ട് ഒരു ബൈക്കിനേക്കാൾ വരാം. അപ്പം ഞാൻ പറഞ്ഞത് വിലയേറിയത് എത്രത്തോളം വിലയേറിയതാകുന്നോ അത് ചുമ്മാ അത് വെളിയിൽ ആരും ഇടത്തില്ല, അത് പോറും, അത് നശിച്ചു പോകും. എത്രത്തോളം വിലയുണ്ട്, അതൊരു നല്ല പെട്ടിക്കകത്താണ്. അപ്പോൾ ഈ വെളിയിലത്തെ ശരീരം എന്തുവാ? വെറും ഒരു പെട്ടി.
ഒരു കവറിങ്. ഇതിൻ്റെ ഉള്ളിൽ ഉള്ള നമ്മുടെ അകത്തെ മനുഷ്യനും അതിനെ ജീവിപ്പിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് വിലയേറിയത്. കർത്താവിൻ്റെ ട്രഷർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ പെട്ടി വിശുദ്ധീകരണത്തോടുകൂടി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. ഇറ്റ്സ് അവർ റെസ്പോൺസിബിലിറ്റി. ഇത് തിരുവത്താഴമുള്ള ദിവസം ഞാൻ ഇന്നലെ ശരിയാണ് നിങ്ങളെല്ലാം ഓർപ്പിച്ചു. ഇന്നൊക്കെ നമ്മൾ കാണുന്ന വെറുതെ പള്ളി കുർബാന എടുക്കുന്ന പോലെ ഒരു ദൈവഭയവുമില്ല, ഓടി വരും തിരുവത്താഴത്തിന് വന്നിട്ട് തിരുവത്താഴം എടുക്കും. ദൈവത്തിൻ്റെ ന്യായവിധി ഉണ്ടാകത്തില്ലേ? പിന്നെ ദൈവ സാന്നിധ്യം ഇല്ലാത്ത ഒരു കൂട്ടത്തിൽ ഏത് മദ്യപാനിയും ഏത് വ്യഭിചാരിയും ഏത് കള്ള ബിസിനസ്സുകാരനും ഏത് കള്ളത്തരം ചെയ്യുന്നവനും വ്യാജവും വഞ്ചനയും ജഡത്തിൻ്റെ സ്വഭാവങ്ങൾ എന്തൊക്കെ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നവന് ഒന്നും സംഭവിക്കത്തില്ല. അവിടെ ന്യായവിധി ഒന്നും സംഭവിക്കത്തില്ല. കാരണം വേറൊന്നുമല്ല, ഇന്ന കാരണോ ഇന്ന സഭ എന്നൊക്കെ ആ ലോകം പറയുന്നുണ്ടായിരിക്കും. അവിടെ ദൈവസാന്നിധ്യം പണ്ടേ ആ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ദൈവസാന്നിധ്യം വിട്ടുപോയതുകൊണ്ടാണ്. അവിടെ നമുക്കറിയാമല്ലോ, ഒരു ദൈവദാസൻ ശുശ്രൂഷയിൽ പട്ടിയെ കൊണ്ടുവന്നു സൈഡിൽ ഇരുത്തി. അതിൻ്റെ വീഡിയോ ബ്രോഡ്കാസ്റ്റ് ചെയ്ത കോവിഡ് സമയത്ത് ഭയങ്കര പ്രശ്നം. അവിടെ ഒന്നും ഒരു പ്രശ്നമില്ല, പട്ടിയല്ല. ഇനി ആര് വന്ന് അവിടെ ഇരുന്നെന്ന് വെച്ചാലും കാര്യം ദൈവസാന്നിധ്യം ഇല്ലെങ്കിൽ പിന്നെ ഇതൊക്കെ വെറും ഒരു പ്രഹസനം മാത്രമാണ്. ഈ പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ നിക്ഷേപമാ. ഇത് അതിൻ്റെ പേര് പറയുന്ന പോലെ പരിശുദ്ധമാ. ഇത് വഹിക്കുന്ന മൺപാത്രം, ദാറ്റ് earthen vessel should also be holy. അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞായറാഴ്ച തിരുവത്താഴത്തിന് വരുമ്പോഴല്ല ഇതിനെ ഹോളി ആക്കേണ്ടത്. ശനിയാഴ്ച വൈകിട്ട് മാത്രമല്ല ഇതിനെ പരിശുദ്ധമാക്കേണ്ടത്. ഭയമില്ലാതെ വന്ന് തിരുവത്താഴം എടുത്ത് ന്യായവിധി വാങ്ങിക്കുന്ന അനേകരെ നമ്മൾ കാണുമ്പോൾ, അല്ലെ കഴിഞ്ഞ നാളുകൾ ഉണ്ടായിട്ടുള്ളപ്പോൾ ഒരു ഭയം വേണം. ഇത് ഈ മൺപാത്രം ആന്ന് സത്യമാണ്. ഇത് എൻ്റെ ഒന്നും അല്ല, ഇത് എൻ്റെ ജീവിതമാണ്, എൻ്റെ രീതി ഞാൻ ജീവിക്കും, എൻ്റെ ഫ്യൂച്ചർ, എൻ്റെ കരിയർ, എൻ്റെ ഇഷ്ടം. നോ, ഈ മൺപാത്രത്തെ കർത്താവ് വിളിച്ചിരിക്കുന്നത് ദൈവത്തിൻ്റെ നിക്ഷേപം വസിക്കുവാനും എന്നിൽ കൂടെ അത്യന്ത ശക്തി വെളിപ്പെടുവാൻ. ഈ അത്യന്ത ശക്തി ഉള്ളതുകൊണ്ട് ചില പ്രത്യേകതകളുണ്ട്. അതാണ് അടുത്ത വാക്യങ്ങളിൽ. ഇവൻ്റെ ഇംഗ്ലീഷ് വളരെ മനോഹരമാണ്. വി ആർ ഹാർഡ് പ്രസ്ഡ് ഓൺ എവറി സൈഡ് ബട്ട് നോട്ട് ക്രഷ്ഡ്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നു എന്നേ ഉള്ളൂ. കഷ്ടം എന്നല്ല, അതിൻ്റെ മൂലഭാഷയിൽ എഴുതിയിരിക്കുന്നത്, നമ്മൾ ഈ പിള്ളേരൊക്കെ ഫ്രൂട്ടി കുടിച്ച് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, അതിൻ്റെ മണ്ടയ്ക്കോട്ട് ഒറ്റ ചവിട്ടി ഔട്ട്. എന്തിനാണ്? ഠോ എന്നൊരു ശബ്ദം കേൾക്കും. ഞങ്ങളൊക്കെ കൊച്ചിലെ ഇവിടെ ഇപ്പോൾ ഈ അലൂമിനിയം പെപ്സി ഭയങ്കര വിലക്കുള്ള, ഞങ്ങളൊക്കെ കൊച്ചിലെ അതിന് ഒരു ഇയാളെ ഉള്ളത്. അപ്പോൾ ഇതെല്ലാം പെപ്സി വാങ്ങിച്ചിട്ട് ഞങ്ങളും ഈ പടി തന്നെ കാണിക്കും. ഇത് മേളിൽ ചെന്നിട്ട് എത്തി അതിൻ്റെ മേളിലോട്ട് ഒറ്റ ചവിട്ട്. അപ്പോൾ ആ പെപ്സി ടിൻ മുഴുവൻ ക്രഷ്ഡ്. ഇത് നിറഞ്ഞിരിക്കട്ടെ, നിങ്ങളതിൻ്റെ മേളിൽ ഇരുന്ന് ചവിട്ട. 100 കിലോ ഉള്ളവനും ആ പെപ്സി ടിന്നയിലിരുന്ന് ചവിട്ടും, ഒന്നും സംഭവിക്കത്തില്ല. കാര്യം എന്നാ, അതിൻ്റെ അകത്ത് നിറവാ, മുഴുവനും ലിക്വിഡും ബാക്കി അതിൻ്റെ അത് ഹൈഡ്രോ ഇത് ചെയ്യുമല്ലോ, അതിൻ്റെ ഗ്യാസും അതിൻ്റെ സോഡ ആ എഫക്റ്റും. അത് നിറവോടുകൂടി നിൽക്കുന്നവന് എത്ര നീ എൻ്റെ മണ്ടയിൽ കയറിയിരുന്നാലും ഒന്നും സംഭവിക്കത്തില്ല. കാരണം എന്നാ, അത് നിറവല്ല, അത് കാലിയായ. അതിന് നിറവില്ലെങ്കിലോ ഏത് കൊച്ചു കുഞ്ഞ് മണ്ടയിൽ കയറിയിരുന്നാലും ഇറ്റ് ഗെറ്റ്സ് ക്രഷ്ഡ്. ആ ഒരു പദമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എല്ലാ രീതിയിലും എന്ന് വെച്ചാൽ ഒന്ന് ജീവിക്കാം. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ് എന്നെ ഒന്ന്, ഞാൻ ഈ ദൈവത്തോട്, ചിലർ പറയും ഞാൻ ദൈവത്തോട് അടുക്കുന്നതനുസരിച്ച് കഷ്ടത കൂടുന്നു, വേദന കൂടുന്നു. സത്യമാണ്, അതിനകത്ത് പ്രത്യേകിച്ച് അതിശയിക്കേണ്ട ഒന്നുമില്ല. ഞാൻ കർത്താവിനോട് അടുക്കുന്നു, പിശാച് ജീവിക്കാൻ സമ്മതിക്കത്തില്ല. ഞാൻ ഹല്ലേലൂയ ലോകത്തിൽ മയങ്ങി അങ്ങ് ജീവിച്ചാൽ ഒരു കുഴപ്പവുമില്ല. കർത്താവിനോട് അടുക്കുമ്പോൾ അവൻ ഏതൊക്കെ രീതിയിൽ എന്നെ ദൈവം അനുവദിക്കുന്നതാണ്. ഏത് സാമ്പത്തികമായിട്ടായിരിക്കും, ശാരീരികമായിട്ടായിരിക്കും, മാനസികമായിട്ടായിരിക്കും, ഓരോ നമ്മൾ തൊടുന്ന ഓരോ വിഷയങ്ങൾ. പൗലോസ് ഒരു കപ്പലിൽ കയറിയാൽ ആ കപ്പൽ താഴെ വീഴും. ഒരു ദ്വീപിൽ സുവിശേഷം പറയാൻ പോയാൽ എന്ത് ചെയ്യും? അണലി, ചെറിയ അണലി, രക്താണലി പോലത്തെ സാധനം 5 സെക്കൻഡേ ജീവിക്കത്തുള്ളൂ രക്താണലിയൊക്കെ കടിച്ചാൽ. അതുപോലത്തെ, അതുകൊണ്ട് ആ ദ്വീപവാസികൾക്കറിയാം ആ പാമ്പ് സാധാ അണലിയല്ലെന്ന്. അതുകൊണ്ട് അവർ താൻ മരിക്കാതെ കുടഞ്ഞെടുത്ത് കളഞ്ഞപ്പോൾ അവർ പറഞ്ഞത് മനുഷ്യനല്ല, ഇത് ദേവനാണ്. കാര്യം ഇന്നേ വരെ ലോകത്തിൽ ആ പാമ്പ് കടിച്ച് ഇങ്ങനെ ജീവിച്ച് സുഖമായിട്ടിരുന്ന് ഇങ്ങനെ പാമ്പിനെ എടുത്ത് കളഞ്ഞ് ട്രീറ്റ്മെൻറ്റ് ഒന്നും ഇല്ലാതിരുന്നവൻ ജീവിച്ചിട്ടില്ല. അതുകൊണ്ട് ഇവൻ മനുഷ്യനല്ല, ദേവനാന്ന് പറഞ്ഞു. പൗലോസ് ഒരു വേറൊരു ഗ്രാമത്തിൽ സുവിശേഷം അറിയിക്കാൻ ചെല്ലുമ്പോൾ കുറേ പിശാച് ഓടി നടന്നിട്ട് പറയും, ഓ ഇവരത്യുന്നതായ ദൈവം. ഡിസ്റ്റർബ് ചെയ്യുക, ചുമ്മാതെ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് ഡിസ്റ്റർബ് ചെയ്യാൻ ഭൂതങ്ങൾ കൂടി നടക്കുക. ഇവനൊന്നും ജീവിക്കാൻ സമ്മതിക്കുക. ജയിലിൽ ചെന്നാൽ സ്വസ്ഥതയുണ്ടോ? ഏത് രാജ്യത്തിലാണ് ദൈവദാസന് സ്വസ്ഥത കിട്ടിയിട്ടുള്ളത്? പത്രോസ് ആണെങ്കിലും യോഹന്നാൻ ആണെങ്കിലും ഒരിടത്ത് പ്രസംഗിക്കുമ്പോൾ കൊണ്ട് ചാട്ടവാറ് കൊണ്ട് അടിക്കുന്ന ഏതൊക്കെ രീതി, അവരൊന്നും കൊടുത്ത വിലയൊന്നും നമ്മൾ കൊടുക്കുന്നില്ലല്ലോ. നമുക്ക് എന്തുവാ ഒരു ഇച്ചിരി നമ്മളെ ബന്ധുക്കോസുകാരെന്ന് വിളിച്ചെന്നോ, അല്ലെ നമ്മുടെ സിമ്പിൾ ഡ്രസ്സിങ് കണ്ടിട്ട് അല്ലെങ്കിൽ നമ്മളെ കളിയാക്കിയെന്നോ, നമ്മുടെ കർത്താവിലുള്ള ജീവിതം പ്രമാണത്തിലൊക്കെ വിഗ്രഹാർപ്പതം കഴിക്കാതെ അവരുടെ ഫംഗ്ഷന് പോയില്ലാത്തതിന് നമ്മൾ ഇതൊക്കെയല്ല നമ്മുടെ നിന്ന. ഇത്രയൊക്കെയല്ലേ ഉള്ളൂ.
പിന്നെ വേണ്ട പോലെ അങ്ങ് ഒത്തിരി കാര്യമായിട്ട് കഴിക്കാൻ പറ്റിയില്ല എന്നൊക്കെയുള്ളതല്ലേ, ആരും പട്ടിണിയൊന്നും കിടക്കുന്നില്ല. ഇതൊക്കെയല്ലേ നമ്മുടെ ചെറിയ ചെറിയ ദൈവദാസം. ഇത് വേറെ ഒന്നുമല്ല, ഇതിൻ്റെ ഉള്ളിലൊരു നിക്ഷേപമുണ്ട്. എന്തിനാ കർത്താവിനെ കൊല്ലാൻ നോക്കിയത് കൊച്ചിലെ? എന്തിനാ മോശയെ കൊല്ലാൻ നോക്കിയത്? പിന്നീട് ഒരു വലിയ ശുശ്രൂഷ വെളിപ്പെടേണ്ടതായിട്ടുണ്ട് ഇല്ലേ? അവർ വന്നത് ഒരു ദൗത്യത്തോടു കൂടിയാണ്. ഇതിലൊരു നിക്ഷേപമുണ്ടെന്നും നമ്മളിൽ കൂടെ ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് ഇവിടെ എഴുതിയിരിക്കുന്ന പോലെ വി ആർ ഹാർഡ് പ്രസ്ഡ്. സാധാരണ പ്രസ്ഡ് അല്ല, ഹാർഡ് പ്രസ്ഡ് ഓൺ എവറി സൈഡ് ബട്ട് നോട്ട് ക്രഷ്ഡ്. എല്ലാ രീതിയിലും ഞങ്ങൾ കഷ്ടത അല്ല, ഞങ്ങൾ ഞെരുക്കുന്നെങ്കിലും ഞങ്ങൾ ഞെരുങ്ങിപ്പോകുന്നില്ല. അടുത്തത്, കഷ്ടം എല്ലാ രീതിയിലും സഹിക്കുന്നുവെങ്കിലും ഞങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഇടുങ്ങിയിരിക്കുന്നു. നമ്മളിപ്പം ഒത്തിരി സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് ആശ്വാസം പ്രാപിക്കുന്നുണ്ട് ഇല്ലേ? ആൾക്കാരൊക്കെ പറയും ആ സങ്കീർത്തനം ഈ സങ്കീർത്തനം. കഴിഞ്ഞ ദിവസം ദേവദാസം വന്നപ്പം പറഞ്ഞില്ലേ, ഒരു 91 സങ്കീർത്തനത്തെ കാര്യം പറഞ്ഞില്ലേ? ഈ 91 സങ്കീർത്തനം ശാപമുറിക്കൽ പ്രാർത്ഥനയായിട്ടും പേടി വരായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നതും ഒക്കെ ആയിട്ട് എത്ര പേര് വിശ്വാസികളുണ്ടെന്നറിയാം. അവർക്ക് ദൈവത്തോട് സംസാരിക്കാൻ കഴിയുന്നില്ല. ജൽപ്പനം പോലെ ഈ സങ്കീർത്തനം, ഇതല്ല വേറെ പല സങ്കീർത്തനം ഓരോരുത്തരുടെ ടേസ്റ്റിന് വെച്ചിട്ടുണ്ട്. പേടി വരുമ്പോഴും ആവശ്യം വരുമ്പോൾ അതങ്ങ് ചൊല്ലും. അങ്ങനെയാണെങ്കിൽ അവിടെ ഇരുന്ന് പ്രാർത്ഥനാ പുസ്തകം ചൊല്ലിയാൽ മതിയായിരുന്നല്ലോ. ഇവിടെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ നാവിൽ ചൊല്ലാനും പേപ്പറിൽ എഴുതി വെച്ച് ആവർത്തനം പറയാനും ഒന്നും ദൈവം നമ്മളെ അനുഭവിച്ചിട്ടില്ല. അത് ഈ കാര്യം സാധിക്കാനുള്ള ഓരോ ട്രിക്ക് ഓരോ കള്ള ദൈവദാസന്മാർ പ്രസംഗിക്കുന്നതാണ്. വചനത്തിലില്ല. ഉണ്ടായിരുന്ന ഞാനും പഠിപ്പിക്കത്തില്ലായിരുന്നു. പഠിപ്പിക്കാൻ ഇവിടെ ഒരു വാക്യമില്ലെന്ന്. പക്ഷെ ഇതൊക്കെ 30-40 വർഷമായിട്ട് മാർക്കറ്റിലുള്ള ഐറ്റം അല്ലേ എന്ന് വെച്ചാൽ പലരും തെറ്റായിട്ട് പഠിപ്പിച്ച് പലരും ഒത്തിരി ഫോളോവേഴ്സും അതിനുണ്ട്. ഇതൊക്കെ ജാതിക എല്ലാ മതങ്ങളിലും ഇതുപോലുള്ള പല ആചാരങ്ങളുണ്ട്. ഇതിനല്ല, ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവർ ഓരോ സമയത്ത് എന്ത് പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നമ്മുടെ നാവിൽ തരും. പക്ഷേ ഈ സങ്കീർത്തനം ആശ്വാസത്തിന് നമുക്ക് തരുന്ന ഈ സങ്കീർത്തനം എഴുതിയ ദൈവദാസന്മാർ എത്ര കഷ്ടതയിലായില്ലേ? തന്നെ കൊല്ലുവാൻ വേണ്ടി ഒരു നായിനെ പോലെ മരുഭൂമി മുഴുവൻ ഓടിച്ചപ്പോൾ എഴുതിയതാണ് ഒരു സങ്കീർത്തനം. ഇങ്ങനെ ഓരോ സങ്കീർത്തനത്തിന് പുറകെ ഒരു കഥയുണ്ട്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ച ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമായിരുന്നു. ഓരോ ദൈവദാസന്മാർ പാട്ട് എഴുതിയതിൻ്റെ പുറകിൽ എന്തുണ്ട്? ഒരു അനുഭവമുണ്ട്. കഷ്ടതയിൽ കൂടി കടന്നു വരുന്നവർക്ക് മാത്രമേ പാടുവാൻ കഴിയൂ. അവരുടെ ഉള്ളിൽ ദൈവം വാക്കുകൾ കൊടുക്കും, അവർക്ക് വെളിപ്പാടുകൾ കിട്ടും. എന്നിട്ട് ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണ് കിടക്കുന്നുവെങ്കിലും നശിച്ചു പോകുന്നില്ല. അതിൻ്റെ മൂലഭാഷയിൽ നമ്മുടെ മലയാളത്തിലുള്ള ട്രാൻസ്ലേഷനിൽ ഒരു വ്യത്യാസമുണ്ട്. ചിലതൊക്കെ POC ബൈബിളോട് നിങ്ങളൊന്ന് വായിക്കുമ്പോൾ കറക്റ്റ് മീനിങ് കിട്ടും. വി ആർ സ്ട്രക്ക് ഡൗൺ ബട്ട് വി ആർ നോട്ട് ഡിസ്ട്രോയിഡ്. വീണ് കിടക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നില്ല. എന്നെ വീഴാൻ വേണ്ടി സാത്താൻ എന്ത് ചെയ്തു? നിങ്ങളൊരു ഇരുമ്പ് പൈപ്പ് എടുത്ത് ഒരിടത്താലേക്ക് ആരും ശ്രമിക്കല്ലേ, പുറകിൽ നിന്ന് അടിച്ചാൽ എന്ത് ചെയ്യും? അവൻ ഒറ്റ അടിക്ക് താഴ്ത്തും. ഇതുപോലെ സാത്താൻ ഇടയ്ക്കിടയ്ക്ക് എന്നെ എന്ത് ചെയ്യും? ഞാൻ എത്ര ബലത്തോടുകൂടി നിൽക്കുവാന്ന് വിചാരിക്കുമ്പോൾ എൻ്റെ ബലഹീനതയിൽ കൂടി വന്നിട്ട് ഒരൊറ്റ അടി അടിക്കും. ഞാൻ എന്ത് ചെയ്യും? മനുഷ്യനല്ലേ. നമ്മളെല്ലാവരും ഇതുപോലെ ഓരോ ക്ഷീണിച്ചിരിക്കുന്ന സമയങ്ങളും ഉണ്ട്, ബലത്തോടുകൂടി ഇരിക്കുന്ന സമയങ്ങളും ഉണ്ട്. പക്ഷേങ്കിൽ എൻ്റെ കർത്താവ് എന്നെ കൈവിടാത്തതുകൊണ്ട് ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം പറയും. അപ്പോൾ എന്നെ കുഴപ്പമില്ലല്ലോ, നിങ്ങളുടെ ആരെങ്കിലും പേര് പറഞ്ഞ പ്രശ്നമല്ല. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ വീഴാൻ വേണ്ടി സാത്താൻ ഇരുമ്പ് പൈപ്പ് കൊണ്ട് അടിക്കുവായി. അപ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാനും ഒരു സന്തോഷമില്ല, ബൈബിൾ വായിക്കാനും ഒരു സന്തോഷമില്ല, മീറ്റിങ്ങിന് വരാനും ഒന്നുമില്ല. പിന്നെ ആകെപ്പാടെ പെറുപെറുപ്പ് മാത്രം കാണും, കംപ്ലൈൻറ്റും പെറുപെറുപ്പും, പിന്നെ ആരുടെങ്കിലുമൊക്കെ കുറ്റം കണ്ടു. അപ്പോഴാണ് നമുക്ക് അരിശത്തിലിരിക്കുവാണ് നമ്മളെ. പിന്നെ നമുക്ക് ആകെപ്പാടെ ആരുടെങ്കിലും കുറ്റം കണ്ടുപിടിക്കും. സഭയിലുള്ളവരുടെ ഉണ്ടോ, കുടുംബത്തിലുള്ളവരുടെ ഉണ്ടോ, അവരുടെ കുറ്റവും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കും. ഇതൊക്കെ ഉണ്ടാകുന്ന എപ്പോഴാണെന്നറിയാം? നമ്മൾ ആകെപ്പാടെ അരിശത്തിലാണ്. ആത്മാവിലായിരിക്കുമ്പോൾ എങ്ങനെയാണെന്നറിയാം? നമ്മളും എൻകറേജ്ഡ് ആയിത്തീരും. ഓരോരുത്തരെ എൻകറേജ് ചെയ്യാൻ എൻ്റെ കൂട്ടു സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കൂടുതൽ ബലം അവനിൽ പകരണമേ, അവളിൽ പകരണമേ എന്ന് നമ്മൾ അവരെ കരുതി എന്ത് ചെയ്യും? പ്രാർത്ഥിക്കും. നമ്മൾ വീഴാൻ വേണ്ടി സാത്താൻ ഇടയ്ക്കൊക്കെ അടിക്കും. ഐ എം സ്ട്രക്ക് ഡൗൺ ബട്ട് ഐ എം നോട്ട് ഡിസ്ട്രോയിഡ്. ഇതിൻ്റെ എല്ലാം കാരണം ഞാൻ ആദ്യമേ 7ാമത്തെ വാക്യത്തിൽ ഇവിടെ വായിച്ച പോലെ ഈ മൺപാത്രത്തിൻ്റെ അകത്ത് ദൈവത്തിൻ്റെ ഒരു നിക്ഷേപമുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവാണ്. അതുകൊണ്ട് എന്നിൽ കൂടി ദൈവശക്തി വ്യാപരിക്കണം. ഞാൻ പറഞ്ഞില്ലേ, പുതിയ വിശ്വാസികൾക്ക് എരിവും തീഷ്ണതയും ഉള്ളതിൻ്റെ കാരണം അവർക്ക് ആത്മാവിൻ്റെ അളവ് കൂടുതലുള്ളതുകൊണ്ടാണ്. ഈ കുറച്ച് കഴിഞ്ഞിട്ട് പഴയ വിശ്വാസികളായി തീരുമ്പോൾ, അങ്ങനെ പറയാൻ പാടില്ല പക്ഷെ പറഞ്ഞു പോകുക, പഴയ വിശ്വാസികളാകുമ്പോൾ ഒന്നാമത് ഞാൻ ഇത്രയും വർഷമായി ഞാൻ കർത്താവിനെ എനിക്കറിയാം, ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. കർത്താവിന് വേണ്ടി ഒത്തിരി കഷ്ടം സഹിച്ചതാണ് പണ്ട്. ആ ബന്ധമൊക്കെ അങ്ങ് പോയി, ആ കർത്താവിലുള്ള ആശ്രയമൊക്കെ പോയി. ഇപ്പം ലോകത്തിൽ എനിക്കുള്ള പല വിഷയത്തിലാണ് ഞാൻ അല്ലെങ്കിൽ അങ്ങ് അഭിമാനിച്ചങ്ങ് നിൽക്കുന്നത്.
കർത്താവിലുള്ള ഡെയിലി ആശ്രയമൊക്കെ പോയി, കർത്താവിൽ എന്നും മുട്ടുമടക്കി ദൈവസന്നിധിയിൽ കരയുന്ന അനുഭവങ്ങളൊക്കെ പോയി. ഇപ്പോൾ രോഗം വന്ന കർത്താവിൽ മാത്രം, അയ്യോ ചത്തുപോയ എന്ത് ചെയ്യും, കർത്താവിൽ മാത്രം ആശ്രയിക്കാൻ കഴിയുന്നില്ല. ഓരോ വിഷയത്തിലും ദൈവത്തോടൊന്ന് പങ്കുവെക്കുവാൻ, ഹൃദയം പകരുവാൻ, ഷെയർ ചെയ്യുവാൻ. ഹന്ന തൻ്റെ വേദനയിലല്ലേ താൻ കരഞ്ഞത്, ആ വേദന, ആ അനുഭവമൊക്കെ പോയി. ക്രൂശിൻ്റെ വഴിയൊക്കെ മാറിപ്പോയി, ഹൈവേയിലോട്ട് കയറി. അവിടെ ഒരു കുഴപ്പവുമില്ല, അവിടെ എല്ലാം അടിപൊളിയാണ്. അടിക്കടി ഉയർച്ച, വെച്ചടി കയറ്റം. അത് വഴി അങ്ങ് പോകാം, വേറെ വഴിയിൽ അങ്ങ് എത്തത്തുള്ളൂ. യേശു ഇരിക്കുന്നിടത്ത് എത്തത്തില്ല കേട്ടോ. പത്രോസ് പറയുന്ന പോലെ കർത്താവ് പോയ ആ പാത, യു ഹാവ് ടു ഫോളോ ഹിസ് ഫുട് സ്റ്റെപ്സ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പഴയ വിശ്വാസികളിൽ പിന്നെ വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോഴേ നമുക്കറിയാം ആകപ്പാട് ഒരു ക്ഷീണവും ഒരു താല്പര്യക്കുറവും. പഴയ വിശ്വാസികൾ ഇപ്പോഴും സ്തോത്രം സ്തോത്രം സ്തോത്രം. അവർ വേറൊന്നും കൊണ്ടല്ല, അവർ കണ്ണുനീരോടുകൂടി വചനം ധ്യാനിക്കുകയും ദൈവസന്നിധിയിൽ ഇരിക്കുകയും പിന്നെ ഇച്ചിരി കഴിഞ്ഞ് കരയാനൊക്കെ നാണം കേടാ ദൈവസന്നിധി. പുതിയ വിശ്വാസികൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ കരമൊക്കെ അടിച്ച് ആര് നോക്കുന്നോ ഇല്ലയോ എന്നൊന്നും വിഷയമല്ല, അവർ ആ പാട്ടുകളുടെ അർത്ഥമൊക്കെ പാടി ചാടി അവർ ദൈവസന്നിധി ആരുത്. പഴയ വിശ്വാസികളായി കഴിഞ്ഞാലും ഇതൊക്കെ ഞാൻ എത്ര കണ്ടതാണ്, മോനിപ്പം ചാടിക്കോ, നിങ്ങൾ വന്നതിൻ്റെ പുതുക്കോ, ഇച്ചിരി കഴിഞ്ഞ് അതൊക്കെ ശരിയായിക്കോളും. എന്നിട്ട് പറഞ്ഞാൽ ഒരു ഇരിപ്പുണ്ട്, ഇതൊന്ന് തീർന്നു കിട്ടി, എനിക്ക് അങ്ങ് വീട്ടിൽ പോകാമായിരുന്നു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് എനിക്കും നിങ്ങൾക്കും വരും. ഇത് നമ്മുടെ ശരീരത്തിലുള്ള ഒരു ടെൻഡൻസിയാണ്. എത്ര തലമുറയായിട്ട് കർത്താവിനെ സേവിക്കുവാണെങ്കിലും, എത്രത്തോളം വർഷങ്ങളായിട്ട് കർത്താവിനെ അറിയുവാൻ, ഇതൊരു ഭാഗ്യമാണ്. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ചപ്പോഴേ അല്ലെ കൊച്ചിലെ കർത്താവിനെ അറിയുവാൻ ഇടയായതൊരു ഭാഗ്യമാണ്. എങ്കിലും ദൈവസന്നിധിയിൽ മുട്ടുമടക്കുവാനും കണ്ണുനീരോടുകൂടി കർത്താവിൻ്റെ ആലോചന ഏറ്റെടുക്കുവാനും, ആര് എന്തു പറഞ്ഞാലും എനിക്ക് വിഷയമല്ല, ദൈവസന്നിധിയിൽ കർത്താവിൽ പാടി ചാടി സന്തോഷിക്കുവാനും, കരമടി. ഇപ്പോഴൊക്കെ ദൈവദാസന്മാർ പറയണം, ഒന്ന് കൈ അടിച്ച് ഒന്ന് സ്തോത്രം, ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല ദൈവമക്കളെ. ഉള്ളിൽ നിന്ന് നന്ദിയുള്ളവർക്ക് എന്ത് ചെയ്യും, ആരാധന ഉയരും ആത്മാവിൽ. അതിന് 100 വർഷം നമ്മൾ വിശ്വാസിയായിട്ടിരുന്നാൽ രക്ഷിക്കപ്പെട്ട ആ ദിവസത്തെ സന്തോഷം മാറിപ്പോകല്ല ദൈവമക്കളെ. അത് മങ്ങിപ്പോകുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നിക്ഷേപം, ഈ ആത്മാവിൻ്റെ അളവ് കുറഞ്ഞുകൊണ്ടാണ് മടുപ്പ്, ക്ഷീണം, ആകപ്പാട് വിഷമം. ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഒന്ന് മുട്ടുമടക്കുവാൻ, അല്ലെങ്കിൽ പ്രൈസ് ദി ലോർഡ് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഒന്ന് അല്പസമയം ചെലവഴിക്കുവാനൊക്കെ മനസ്സില്ലാതെ വരുന്നത്. അതുകൊണ്ട് ഇടയ്ക്ക് എന്നിലും ഈ താല്പര്യക്കുറവ്, നിങ്ങളിലും ഈ താല്പര്യക്കുറവ് വരുവാണ്. ഒറ്റ കാര്യമുള്ളൂ, ഇതിന് ഇൻഡിക്കേറ്ററാണ്, എന്നിൽ ആത്മാവിൻ്റെ അളവ് കുറഞ്ഞു. ഈ ആത്മാവിൻ്റെ അളവ് ഇനി എന്ത് ചെയ്യണം, വർദ്ധിക്കണം. കർത്താവ് അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. നിങ്ങൾ ഇപ്പോഴൊക്കെ ആ പ്രസംഗം, ആ വചനമൊക്കെ തെറ്റിച്ച് പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ ആസ്ക് ആൻഡ് ഇറ്റ് ഷാൽ ബി ഗിവൻ, സീക്ക് ആൻഡ് ഇറ്റ് ഷാൽ ഫൈൻഡ്, നോക്ക് ആൻഡ് ദ ഡോർ ഷാൽ ബി ഓപ്പൺ. അന്വേഷിക്കുവാനും മുട്ടുവാനും കൊട്ടുവാനും ഒക്കെ പറയുന്ന, അത് ലഭിക്കുന്നത് വരെയും സീക്ക്, ആസ്ക്, ദെൻ യു ഷാൽ ഫൈൻഡ്. എന്തുകൊണ്ടാണ്, എന്തിനെ പറ്റിയാ? നമ്മളിവിടെ ഓരോ ലിസ്റ്റ് എഴുതുക, ഇന്ന കളറിലുള്ള കാറ്, അങ്ങനെയൊക്കെ തെറ്റിച്ച് ദൈവദാസന്മാർ പഠിപ്പിച്ച്, ഇന്ന കളറിലുള്ള വീട്, ഇന്ന വലുപ്പമുള്ള കാര്യങ്ങൾ, ഇന്ന മോഡലിലുള്ള കാര്യങ്ങൾ, ഇന്ന ബ്രാൻഡ് എഴുതി വായിച്ചോളാൻ ഞാൻ ആ വ്യക്തിയുടെ പേര് പറയുന്നില്ല, അല്ലല്ലേ, കൊറിയയിൽ നിന്ന് ഒരു മനുഷ്യൻ 80കളിൽ ആൾക്കാരെ എല്ലാം തെറ്റിച്ചൊരു പുസ്തകം എഴുതി. ഇവിടുത്തെ ഒരു മനുഷ്യൻ അത് ട്രാൻസ്ലേറ്റും ചെയ്ത് അത്ഭുത 4th ഡയമെൻഷൻ, അല്ലെങ്കിൽ ആൾക്കാരെല്ലാം തെറ്റിച്ച് പഠിപ്പിക്കുമ്പോൾ ഒത്തിരി പേര്, ഇതൊന്നും വചനത്തിൻ്റെ പ്രമാണമല്ല, ദുരാത്മാവിനാൽ എഴുതിയ. വചനത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ, യേശു കർത്താവ് പറഞ്ഞിട്ടില്ല, അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടില്ല, ബൈബിളിൽ ഒരു വാക്യവും ഇല്ലാതിരിക്കുമ്പോൾ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ദൈവമക്കളെ, ഈ വചനം പറയുന്നത് എന്തുവാ? ലൂക്കോസിൻ്റെ സുവിശേഷം ആ ഭാഗം എഴുതിയിരിക്കുന്നതിൻ്റെ അടുത്ത വാക്യം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ ആത്മാവിന് വേണ്ടി എൻ്റെ പിതാവിനോട് ചോദിച്ചാൽ ചോദിക്കുന്നതിനേക്കാൾ അധികം തരും. അപ്പം ആത്മാവാണ് ലഭിക്കുന്നത് വരെയും ചോദിക്കാനും മുട്ടാനും, ആസ്ക്, സീക്ക്, അത് അന്വേഷിപ്പാൻ പറഞ്ഞിരിക്കുന്നത് എന്തുവാ? ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവാണ്. ഇത് വേരി ചെയ്യും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ വണ്ടിക്കകത്ത് ഇന്ധനം കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പോയി ടാങ്കിൽ ഫില്ല് ചെയ്യുന്ന പോലെ ഞായറാഴ്ച എന്തുവാ നമ്മൾ വരുന്നത്? ഓരോ മീറ്റിംഗ് ദിവസം നമ്മൾക്കൊരു ഫില്ലിങ് കിട്ടുന്ന ദിവസമാണ്, ഇല്ലേ? നമ്മൾ ടാങ്കിൽ പോയി കാശൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഞാൻ അടിക്കാറില്ല കേട്ടോ, ഞാൻ കുറച്ചേ അടിക്കാറുള്ളൂ. അല്ല, കാശൊക്കെ ഉള്ളവർ എന്ത് ചെയ്യും? പോയി ഫുൾ ടാങ്ക് അടിക്കും, അല്ലേ? കുറച്ച് നാളത്തേക്ക് ഇനി നല്ല നിറവിൽ നിൽക്കും. അങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതിനുമേൽ തീരുമ്പോഴാണ് അങ്ങോട്ട് പോകുന്നത്. നമുക്കൊരു കുറവും ക്ഷീണവും ഒക്കെ വരുമ്പോൾ നമ്മൾ ദൈവസന്നിധിയിൽ ഉപവാസത്തോടും പ്രാർത്ഥനയോടും ഇരിക്കുന്ന ഈ നിക്ഷേപം, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഇനി ഒരു മർമ്മം കൂടെ അടുത്ത വാക്യങ്ങൾ ഒട്ടാം. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ദി എക്സലൻസ് ഓഫ് ഹിസ് പവർ, ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വം, അതിൻ്റെ വലിപ്പം, അതിൻ്റെ മഹാത്മ്യം, അത് എന്നിൽ കൂടും നിങ്ങളിൽ കൂടും വെളിപ്പെടണം. വെളിപ്പെട്ടില്ലെങ്കിൽ കർത്താവ് നിങ്ങളെ തിരഞ്ഞെടുത്തുകൊണ്ട് ഒരു കാര്യവുമില്ല, വേസ്റ്റായിപ്പോൾ.
ഈ ഒരു അവയവം കർത്താവിൻ്റെ ശരീരത്തിൽ പറിച്ചു കളയും കർത്താവ്, വെട്ടിക്കളയുന്നേ. ഫലം കായ്ച്ചില്ലെങ്കിൽ യോഹന്നാൻ സുവിശേഷത്തിൽ യേശു കർത്താവ് തന്നെ പറഞ്ഞ ഐ വിൽ കട്ട് ദോസ് ബ്രാഞ്ചസ്, വെട്ടിക്കളയും. കർത്താവ് ചെയ്യുകയും ചെയ്യും, പറഞ്ഞാൽ കർത്താവ് ചെയ്യും. കരുണാസമ്പന്നനാ, കൃപ ഒക്കെ ഉണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് സദാകാലം എന്ത് ചെയ്യത്തില്ല, ഒത്തിരി ചാൻസ് നമുക്ക് തരും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ കർത്താവ് വീണ്ടും വീണ്ടും നമുക്ക് കൃപ തരും, ചാൻസ് തരും, ഓപ്പർച്യൂണിറ്റീസ് തരും. ഈ മനസ്സ് പോലും ഇല്ലെങ്കിൽ പിന്നെ എന്നാ ചെയ്യാൻ? കർത്താവ് നമ്മുടെ മേലുള്ള തിരഞ്ഞെടുപ്പ് മാറ്റിയിട്ട് അടുത്ത ഒരാളെ കർത്താവ് തിരഞ്ഞെടുത്ത് യോഗ്യൻ. ഇതൊക്കെ നിമിഷങ്ങളുടെ അകത്ത് കർത്താവ് ചെയ്യും. നമ്മളെ ട്രെയിൻ ചെയ്യാൻ ചിലപ്പോൾ 20 വർഷം എടുത്ത് കാണും. അടുത്ത ഒരാളെ കർത്താവ് നമ്മളെക്കാൾ ശക്തനായിട്ട് ദിവസങ്ങളുടെ അകത്ത് കർത്താവ് ട്രെയിൻ ചെയ്ത് നമുക്ക് വേണ്ടി നമ്മളെക്കാൾ ശക്തരായിട്ട് നിർത്തുള്ളൂ. നമ്മളെല്ലാവരും സഭയായിട്ട് ശ്രദ്ധയോട് പ്രാർത്ഥിച്ചാൽ ഇതുപോലെ ഇവിടെ മുസ്ലിങ്ങൾ വരുന്നുണ്ട്, ഹിന്ദുക്കൾ വരുന്നുണ്ട്, കാത്തലിക്സ് വരുന്നുണ്ട്, ഒത്തിരി പേര് വരുന്നുണ്ട്. അവർ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തർ പേഴ്സണലായിട്ട് പലരോട് സുവിശേഷം പറയുന്നുണ്ട്. അവരൊക്കെ ഒന്ന് രക്ഷിക്കപ്പെട്ടു വന്ന് നമ്മളെക്കാൾ ശക്തരായി നിൽക്കണമെന്നായിരിക്കണം നമ്മുടെ ആഗ്രഹം. കർത്താവ് അത് ചെയ്യും നിശ്ചയം. അതിനുവേണ്ടിയാണ് നമ്മളിവിടെ ആക്കിയിരിക്കുന്നത്. അല്ല ഞാനും എൻ്റെ കുടുംബവും നമ്മളങ്ങ് സന്തോഷം പ്രാപിച്ച് പോകാനല്ല നമ്മളിൽ കൂടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ഈ ശക്തി പകരുമ്പോൾ ഇതിനു വേണ്ടി നമ്മളെ ശക്തരാക്കി തീർക്കാൻ ദൈവം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്. അതാണ് നമ്മൾ 10ാമത്തെ വാക്യത്തിൽ വായിച്ചത്. ക്രിസ്തുവിൻ്റെ ജീവൻ. ക്രിസ്തുവിൻ്റെ ജീവൻ ചെറിയൊരു ജീവനല്ല. സാത്താൻ വിറയ്ക്കുന്നത് കല്ലറയ്ക്ക് വെച്ചിരിക്കുന്ന കല്ല് വരെ തെറിച്ചു മാറും. അതിന് കാവലെന്ന പടയാളികൾ താഴെ വീഴും. ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ദൈവപ്രവൃത്തി ഭയങ്കരമാണ്. ഒരു വലിയ ബോംബ് പൊട്ടുന്ന പോലുള്ള ഒരു ബംബാർഡ്മെൻറ്റാണ് ഇല്ലേ? ആ ക്രിസ്തുവിൻ്റെ ആ ജീവൻ എന്നിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ എന്ത് ചെയ്യണം? നമുക്കൊട്ടും ആഗ്രഹമല്ലാത്ത ഇഷ്ടമല്ലാത്തൊരു കാര്യമില്ലേ? കർത്താവിൻ്റെ കഷ്ടത ഞാനിപ്പോഴും എൻ്റെ ശരീരത്തിൽ വഹിക്കുന്നു. ഇവിടെ എല്ലാം വചനത്തിലെല്ലാം എഴുതിക്കും. നമുക്കറിയാം പൗലോസ്, പത്രോസ്, ഇവരൊക്കെ എങ്ങനെയായിരുന്നു? പത്രോസൊക്കെ പ്രത്യേകിച്ച് കർത്താവിനെ 3 വട്ടം തള്ളി പറഞ്ഞ ആളാണ്. പക്ഷേ കർത്താവിൻ്റെ ജീവൻ അങ്ങോട്ട് വെളിപ്പെട്ടപ്പോൾ പത്രോസിനെ പറ്റി ലോകം പറഞ്ഞു. അവരുടെ ജ്ഞാനം കണ്ടോ, അവരുടെ ധൈര്യം കണ്ടോ? എത്ര പ്രാവശ്യം ഭീരുവായിട്ടിരുന്ന. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞു ഭീരുക്കളും അവിശ്വാസികളും സ്വർഗരാജ്യം അവകാശമാക്കത്തില്ല ഇല്ലേ? ഭീരുക്കൾ, അവിശ്വാസികൾ. ജാതികളെ പറ്റിയല്ല പറയുന്നത്. വചനം കേട്ടിട്ടും കർത്താവിന് വേണ്ടി നിൽക്കുവാൻ ധൈര്യമില്ലാത്തവൻ, വചനം മനസ്സിലാക്കിയിട്ടും കർത്താവിൽ മാത്രം ആശ്രയിക്കുവാൻ, കർത്താവിൽ വിശ്വസിക്കുവാൻ കഴിയാത്തവൻ, cowards and unbelievers അല്ല, ഭീരുക്കളും അവിശ്വാസികളും they will not enter into the gates of heaven. സ്വർഗരാജ്യം അവകാശമാക്കത്തില്ലെന്ന് വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഒരിക്കലും കർത്താവ് വിളിച്ചതൊരു ഭീരുവായിട്ടിരിക്കാനല്ല. അവിടെ മണിയടിക്കുന്നു, ഇവിടെ കണ്ടോ അവിടെ ഭയങ്കര അന്യാരാധന ശക്തിയാണ്. ശരിയാ, നമ്മൾ പല പോരാട്ട കേസുകളിൽ ഇടപെടുമ്പോൾ, ഇപ്പോൾ ഈ പറഞ്ഞ പെൺകുട്ടിയുടെ കേസിൽ ഇടപെടുമ്പോൾ ഞങ്ങൾക്കറിയാം എത്ര വില ഞങ്ങൾ കൊടുത്തത്. പിന്നീട് ഓരോ വിഷയത്തിൽ ഓരോരുത്തരുടെ വിടുതലിൽ ഇടപെടുമ്പോൾ സാത്താൻ എന്തൊക്കെ ബോംബ് പൊട്ടിക്കാമോ ജീവിതത്തിൽ അതെല്ലാം പൊട്ടിക്കും. അവിടെ നഷ്ടങ്ങൾ സഹിക്കേണ്ടവർ, ഇവിടെ കഷ്ടങ്ങൾ സഹിക്കേണ്ടവർ, വലിയ ബോംബുകൾ എവിടൊക്കെ നമ്മളെ അങ്ങ് ആകപ്പാട്. ഞാൻ കർത്താവിനോട് കഴിഞ്ഞ ദിവസവും ചോദിച്ചു, കർത്താവ് ഓരോരുത്തരും വിശ്വാസി വരാൻ വേണ്ടി, അല്ലെ ഒരാൾ ക്ഷീണിച്ചിരിക്കുന്ന ഒരാൾ ബലപ്പെടാൻ വേണ്ടി ഇത്രയും വില കൊടുക്കണോ, അനുഭവിക്കേണ്ടി വരും? ഇതൊക്കെ ഒന്ന് നമ്മളെ ചിലപ്പോഴങ്ങ് ഫെഡപ്പാകുന്ന പോലൊക്കെ തോന്നും. മനുഷ്യനല്ലേ? കർത്താവ് ഉടനെ കർത്താവ് ബലപ്പെടും. വില കൊടുക്കാതെ ഒരു ശുശ്രൂഷയില്ല. ക്രൂശ് വഹിക്കാതെ ഒരു കിരീടമില്ല. There is no crown without a cross. ഹല്ലേലൂയ. മനസ്സിലാക്കണം, കർത്താവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത് ഒരു തടിക്കുരിശ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പുറത്തിങ്ങനെ പലരും ഇങ്ങനെ ഇതൊക്കെ നടക്കുന്നുണ്ടല്ലോ ആൾക്കാർ. മഞ്ഞരിക്കരയിലും ഒക്കെ പോകുന്നുണ്ടല്ലോ, ഒരു ക്രൂശും ഇങ്ങനെ തടി വെച്ചോണ്ട് ചെറിയ പ്ലൈവുഡ് വെച്ചിട്ടാണ് ഇങ്ങനെ അടിക്കുന്നത്. ഡേറ്റ് ഇല്ലാത്ത ഒരു കുരിശും വെച്ചോണ്ട് ഒരു ഷോയ്ക്ക്. ഇതൊന്നും അല്ല കുരിശ്. ദൈവം നമുക്കൊക്കെ ഓരോ കുരിശ് തന്നിട്ടുണ്ട്. അത് ഇന്ന് ഒന്നായിരിക്കും, നാളെ വേറെ ഒന്നായിരിക്കും. ഏതൊക്കെ രീതിയിൽ നമ്മളെ ടെൻഷനാക്കാമോ, മനസ്സ് നമ്മളെ ഇളക്കി കളയാമോ. അവസാനം നമ്മൾ തന്നെ പറയും, ബൈബിളൊക്കെ നമ്മൾ അടച്ച് വെച്ചിട്ട് പറയും ഇനി കർത്താവും വേണ്ട, ഇനി ആത്മീയ വചനത്തിനൊക്കെ പോകുന്നുണ്ടല്ലേ ഈ കുഴപ്പം എന്നൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യും. സുവിശേഷ വേല വേണ്ട, കർത്താവും വേണ്ട എന്നൊക്കെ നമ്മളെ കൊണ്ട് അറിയാതെ അങ്ങനൊന്നും പറഞ്ഞു കളയല്ലേ. പറഞ്ഞാലും ഉടനെ ക്ഷമ ചോദിച്ചോണേ. നമ്മളെ ഇളക്കും, ഇളക്കും. അതിനുള്ള മുഴുവൻ പരിപാടി ഈ ക്രൂശ് എൻ്റെ ജീവിതത്തിൽ വഹിച്ചാൽ മാത്രമേ, അങ്ങനെയല്ല 10ാമത്തെ വാക്യത്തിൽ പറയുന്നത്, യേശുവിൻ്റെ ജീവൻ എൻ്റെ, ദ ലൈഫ് ഓഫ് ജീസസ് ഷുഡ് ബി മാനിഫെസ്റ്റഡ് ഇൻ മൈ ബോഡി. എൻ്റെ ശരീരത്തിൽ ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടണം, ആൾക്കാർ കാണണം. മോശയുടെ മുഖത്ത് തേജസ് കണ്ട പോലെ എൻ്റെ ജീവിതത്തിൽ കൂടി, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും കേട്ടോ, ചെറുപ്പക്കാരും പ്രായമുള്ളവർ ഓരോരുത്തരുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടാൻ വേണ്ടിയാണ്. ഒത്തിരി പേരുണ്ട് കഷ്ടത സഹിക്കുന്നവർ. അവരെയൊക്കെ ഒന്ന് ബലത്തോടുകൂടി നിർത്തുവാൻ,
അവരുടെ പാരമ്പര്യ ശക്തികളൊക്കെ ജയിച്ച് നിൽക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. നമ്മൾ എന്തിനാ ഈ വർഷങ്ങളായിട്ട് വില കൊടുക്കുന്നത്, വേദന സഹിക്കുന്നത്, മനസ്സിൽ വേദന സഹിക്കുന്നത്? ഇതെന്തിനാന്ന് ചോദിച്ചാൽ ഇവിടെ വളരെ വ്യക്തമായിട്ടാണ് ആ കർത്താവിൻ്റെ ക്രൂശ്, കർത്താവിൻ്റെ മരണം എന്ന് പറഞ്ഞാൽ കർത്താവ് മരിക്കാൻ നേരം അനുഭവിച്ച ഒരു വേദനയുണ്ടല്ലോ. കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീക്കണേ എന്ന് താൻ മനുഷ്യനായിട്ട് വന്നതുകൊണ്ട് പിതാവിനോട് അപേക്ഷിച്ചു. സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ, സഹിക്കാൻ പറ്റുന്ന വേർപ്പിൽ കൂടി രക്തം വന്ന രീതിയിൽ കർത്താവിൻ്റെ മേശ നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സഹിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ഭാരം, ക്രൂശ്, വേദന നമ്മുടെ ജീവിതത്തിൽ തരുന്നത്, അതിൽ കൂടി ഒരു സന്തോഷമുണ്ട് ദൈവമക്കളെ. അത് സന്തോഷം എപ്പോഴായി തീരുന്നത്? അത് ഞാൻ വഹിക്കുമ്പോൾ. പെറുപുറത്തോണ്ടല്ല ദൈവമക്കളെ, മനസ്സോടുകൂടി. കാര്യം നമ്മൾ യേശു നിമിത്തമാണ് ഇത് വഹിക്കുന്നത്, ക്രിസ്തു നിമിത്തമാണ്. ദൈവത്തിൻ്റെ പദ്ധതിയാക്കിയാൽ ദൈവം അനുവദിച്ചത് മാത്രമേ നമ്മൾ വഹിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരിക്കലും വിചാരിക്കല്ല കർത്താവ് ഇത് കാണുന്നില്ല. കർത്താവിൻ്റെ നിക്ഷേപം വഹിക്കുന്ന ഒരു കവറാണ് നമ്മൾ. കർത്താവിൻ്റെ നിക്ഷേപം നമ്മളിൽ ഉള്ളതുകൊണ്ട് ഉള്ളിടത്തോളം കർത്താവിൻ്റെ കണ്ണുകൾ എവിടാ? നമ്മുടെ മേലാണ്. ഓർത്തോണം, നമ്മൾ ആത്മീയമായിട്ട് ക്ഷീണിച്ച് കർത്താവിൻ്റെ ഈ ആത്മാവിൻ്റെ നിറവ് നമ്മളിൽ മാറിപ്പോയാൽ കർത്താവിൻ്റെ കണ്ണുകൾ നമ്മുടെ മേലെ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് വചനം പറയുന്നില്ല. അതുകൊണ്ട് അത് ഞാൻ പറയുന്നില്ല. പക്ഷേ കർത്താവിൻ്റെ നിക്ഷേപം ഈ മൺപാത്രത്തിൽ, ആ ദൈവശക്തിയും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നമ്മുടെ ഈ മൺപാത്രത്തിൽ നിറഞ്ഞിരിക്കുന്നിടത്തോളം കർത്താവിൻ്റെ ദൃഷ്ടി നമ്മുടെ മേലാണ്. കർത്താവിൻ്റെ ഒരു പ്രത്യേക പ്രൊട്ടക്ഷൻ, ദൈവത്തിൻ്റെ ഒരു കരുതൽ എല്ലാ മേഖലയിലും ഉണ്ടാവും. ദൈവം നമ്മളെ നടത്തും. നമ്മൾ ജസ്റ്റ് കർത്താവ് നടത്തുന്ന കണ്ടിരുന്നാൽ മതി. അപ്പോൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നെങ്കിലും അപ്പോഴാണ് നമുക്ക് സ്തോത്രം പറയാൻ പറ്റും. എന്ത് പരിഹാസമാണെങ്കിലും, നിന്ദയാണെങ്കിലും, പട്ടിണിയാണെങ്കിലും, കഷ്ടതയാണെങ്കിലും, എന്ത് ദൈവം അനുവദിച്ചാലും താങ്ക് യു ജീസസ്. പലപ്പോഴും ഇതുപോലുള്ള വലിയ വേദനകൾ വരുമ്പോഴും ചിലതൊക്കെ ചിലപ്പം കത്തിപ്പോകുമ്പോൾ, തട്ടി വീണ് കാലൊക്കെ മുറിഞ്ഞ് ചോരയൊക്കെ വരുമ്പോൾ അപ്പോഴൊക്കെ താങ്ക് യു ജീസസ് എന്ന് പറയാൻ ഞാൻ തന്നെ ഓർത്തിട്ടുണ്ട്. എനിക്കെൻ്റെ വട്ടാണോ? അല്ല, പ്രൈസ് ലോർഡ്, ആത്മാവിൽ ഹല്ലേലൂയ നമ്മൾ പറഞ്ഞു പോകും. കർത്താവ് അനുവദിക്കുന്നതല്ലേ, അതിന് പ്രതിഫലമുള്ളതല്ലേ. ഇവിടെ എഴുതിയേക്കുന്ന ഞങ്ങളുടെ ഈ മർത്തിയ ശരീരത്തിൽ എന്ത് വെളിപ്പെടണം? യേശുവിൻ്റെ ജീവൻ വെളിപ്പെടേണ്ടെന്ന് 10, 11, 12 എല്ലാം ഒറ്റ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. ചിലർ പറയും പുതിയ വിശ്വാസിയ തുടക്കത്തിൽ മാത്രമേ ഇച്ചിരി കഷ്ടത അനുഭവിക്കണം, പിന്നെ ഒരു കുഴപ്പമില്ല, കയറ്റം കഴിഞ്ഞു, ഇനി ഇറക്കവാ, സൂപ്പറാ, സ്പീഡാ, ഇനി പെട്ടെന്നാ വളർച്ച എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കുന്നത്. ഈ വിശ്വാസത്തിൽ വരുന്ന സമയത്ത് കുറച്ച് കഷ്ടത. അങ്ങനല്ല. ഇവിടെ എന്തോ ഈ വചനത്തിൽ എത്തിയിരിക്കുന്നത്, നിങ്ങൾ മരിക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിൽ ജീവനുള്ളിടത്തോളം അവസാനം വരെ, നിങ്ങൾ എത്ര വർഷമാണോ അവസാനം വരെ, പൗലോസിൻ്റെ ജീവിതത്തിൽ, പത്രോസിൻ്റെ ജീവിതത്തിൽ, യോഹന്നാൻ, യാക്കോബ്, എല്ലാ യെശയ്യാവ്, എസ്കേൽ, യെരമ്യാവ്, എല്ലാ ദൈവദാസന്മാരുടെ ഭക്തരുടെയും ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ യേശുവിൻ്റെ ജീവിതത്തിൽ, ക്രിസ്തുവിൻ്റെ ജീവിതത്തിൽ ഉള്ളതുപോലെ തന്നെ. അതൊക്കെയല്ലേ നമുക്ക് മാതൃകയായിട്ടുള്ളൂ. അവസാനം വരെ കർത്താവിൻ്റെ ക്രൂശ് നമ്മുടെ ജീവിതത്തിൽ വഹിച്ചാലേ പറ്റൂ. എന്നാൽ മാത്രമേ ദൈവത്തിന്. അപ്പം നമ്മൾ പലപ്പോഴും കർത്താവ് എന്നാ കർത്താവിൻ്റെ ജീവൻ എന്നിൽ പകരാത്ത, എന്നാ ദൈവശക്തി അങ്ങോട്ട്. കാരണം എന്നാ കർത്താവിൻ്റെ ക്രൂശ് വഹിക്കുവാൻ മനസ്സില്ല, കർത്താവിന് വേണ്ടി വില കൊടുക്കാൻ മനസ്സില്ല, കർത്താവിന് വേണ്ടി ഒന്ന് താഴുവാൻ മനസ്സില്ല. ആ മനസ്സ് പോകുന്നിടത്തോളം കർത്താവിൻ്റെ ശക്തി നമ്മളിൽ പിന്നെ വ്യാപരിക്കത്തില്ല. അതുകൊണ്ട് ഇത് നമ്മുടെ മനസ്സാണ്. കർത്താവ് ആരെയും ചെവിക്ക് പിടിച്ചൊന്നും ഉപയോഗിക്കത്തില്ല. കർത്താവ് എന്നെ ഉപയോഗിക്കണം, ഞാൻ വില കൊടുക്കാം, ഞാൻ എന്ത് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞാൽ മതി. എന്ത് കർത്താവിന് വേണ്ടി വേണ്ടാന്ന് വെക്കാനും ഇതൊക്കെ ആയിരിക്കണം നമ്മുടെ പ്രാർത്ഥനാ വാക്കുകൾ. അല്ലാതെ ഈ പേപ്പർ ലിസ്റ്റ് എഴുതി വെച്ചിട്ടില്ല, അത് തരണമേ, ഇത് തരണമേ, തരണേ 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 തരണേ, അമ്മ അപ്പാ. ഭിക്ഷയല്ല ഇത്, ഭിക്ഷയാചനയല്ല ഈ പ്രാർത്ഥനയൊക്കെ. ഇതിന് കരഞ്ഞോണ്ട് അമ്മ അപ്പാ ഇതൊന്നും അല്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ഭിക്ഷ യാചിക്കുന്ന പോലെ ചിലരുടെ കരച്ചിലും പ്രാർത്ഥനയും. ഹല്ലേലൂയ. ഇതൊന്നും അല്ല ദൈവമക്കളെ. അതൊക്കെ അങ്ങ് നിർത്തുക, ആ സ്വാർത്ഥത അങ്ങ് നിർത്തുക. ആത്മാക്കൾക്ക് വേണ്ടി കരയുവാൻ, നമ്മുടെ എല്ലാ ബലഹീനതകളുടെ മേലും ജയം പ്രാപിക്കുവാൻ കരയുവാൻ. കർത്താവെ, എന്നെ അങ്ങയുടെ വേലയ്ക്ക് വേണ്ടി, അങ്ങയുടെ നാമമഹത്വത്തിനായിട്ട് ഉപയോഗിക്കണമേ, അതിനുവേണ്ടി ഒന്ന് കരയുവാൻ. അതിനുവേണ്ടി നമ്മുടെ കണ്ണുകൾ നിറയട്ടെ. ആത്മാവിനാലായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. യെസ്, അടുത്ത വാക്യം കൊടുത്ത് വായിച്ചേ. പറയുക, നിങ്ങൾ ഈ ജീവൻ വ്യാപരിക്കുന്നതിൻ്റെ പുറയിലുണ്ടല്ലോ, ഞങ്ങൾ വില കൊടുത്തിട്ടാണ്, ഞങ്ങൾ വേദന സഹിച്ചിട്ടാണ്. അപ്പം നമ്മളും നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും രക്ഷിക്കപ്പെട്ട ചില ദൈവദാസന്മാർ വില കൊടുത്തിട്ടാണ്.
എല്ലാവരും ചിലപ്പോൾ ദൈവദാസന്മാർ നിമിത്തം മാത്രമല്ല, ദൈവദാസന്മാർ നിങ്ങളെ സ്നാനപ്പെടുത്തിയേ കാണത്തുള്ളൂ. ചില വിശ്വാസികളായിരിക്കും നിങ്ങളോട് സുവിശേഷം പറഞ്ഞാൽ മതി, അല്ലേ? അപ്പം നല്ല സുവിശേഷകരായ വിശ്വാസികൾ വില കൊടുത്തിട്ടാണ്, അവർ നിങ്ങൾക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് നിങ്ങൾ ഇന്ന് ദൈവകൃപയിലായിരിക്കുന്നത്. കുറഞ്ഞ പക്ഷം അതെങ്കിൽ നമ്മളൊന്ന് ദൈവസന്ധി കാണിക്കട്ടെ. എന്ന് വെച്ചാൽ നമ്മളും എന്ത് ചെയ്യണം? ഉപവാസത്തോടും പ്രാർത്ഥനയോടുകൂടിയും അനേകരുടെ രക്ഷയ്ക്കായിട്ട്, അനേകരുടെ വിടുതലിനായിട്ട് പ്രാർത്ഥിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്കൊരു തീരുമാനമെടുക്കാം. ഈ കാഴ്ചപ്പാട് നമ്മളിൽ ഉണ്ടാകുമ്പോൾ, നമ്മൾ അനേകർക്ക് വേണ്ടി വില കൊടുക്കുമ്പോൾ, നമ്മൾ അനേകർക്ക് വേണ്ടി ഒരു പാനീയയാഗമായിട്ട് ഒഴിക്കുമ്പോഴാണ് പൗലോസ് ഇവിടെ താഴോട്ട് 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എൻ്റെ അകത്തെ മനുഷ്യൻ, ഹല്ലേലൂയ, പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും കുഴപ്പമില്ല, എൻ്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? കാര്യം ഇതിലൊരു സന്തോഷമുണ്ട് ദൈവമക്കളെ. ഈ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുന്നതിലൊരു സന്തോഷമുണ്ട്. ക്രൂശും കഷ്ടതയൊക്കെ ആണെങ്കിലും നമ്മൾ ശക്തരായിട്ടാണ് നിൽക്കുന്നത്. പിശാചിൻ്റെ മേലുള്ള അധികാരം നമ്മുടെ ഒരു സന്തോഷം. അല്ലാതെ നമ്മൾ പിശാച് എന്നൊക്കെ പറഞ്ഞ് എത്ര അലച്ചാലും തുപ്പിയാലും ഒന്നും അല്ലെങ്കിൽ ജയം പ്രാപിക്കാൻ കഴിയത്തില്ല. നമ്മളോട് പോരാടുന്ന പിശാചിൻ്റെ മേൽ പോലും ജയം പ്രാപിക്കുവാൻ കഴിയത്തില്ല. പക്ഷേ നമ്മൾ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ നമ്മൾ ശക്തരായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ഹല്ലേലൂയ, അധികാരത്തോടുകൂടിയും ശക്തിയോടുകൂടിയും കൃപയോടുകൂടി നിൽക്കുവാൻ ദൈവമക്കളെ നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട്. നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മളെ തൂക്കി നോക്കുന്ന മാർക്കിടുന്ന ഒരു കർത്താവുണ്ട്. ആ കർത്താവിൻ്റെ ദൃഷ്ടിയിലാണ് നമ്മൾ എങ്ങനെയായി തീരേണ്ടത്. ദൈവത്തിന് പൂർണ്ണ ലെറ്റ്സ് ബി ഫുള്ളി പ്ലീസിങ് ഇൻ ഹിസ് പ്രസൻസ്. അല്ലേ, ദൈവത്തിന് പൂർണ്ണ പ്രസാദമായി തീരുവാൻ എവിടെയൊക്കെ ഒരു മാറ്റം വരണമോ, നമ്മുടെ കുടുംബങ്ങളെ അതിന് വേണ്ടി സമർപ്പിക്കാം, നമ്മുടെ മക്കളെ അതിന് വേണ്ടി സമർപ്പിക്കാം, ഈ ആത്മീയ കൂട്ടത്തെ അതിന് വേണ്ടി സമർപ്പിക്കാം. അനേക ദൈവമക്കൾ ഈ കാഴ്ചപ്പാടോടുകൂടി, അത് നമ്മുടെ കാഴ്ചപ്പാടെന്ന് പറയുന്നതിനേക്കാൾ യേശുവിൻ്റെ അതേ കാഴ്ചപ്പാടോട്, ഭാവത്തോടുകൂടി, ആ ഉന്നത വിളിയോടുകൂടി ദൈവസന്നിധിയിൽ വരട്ടെ. നമുക്കതിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും പ്രവർത്തിക്കുവാനും വില കൊടുത്തതുകൊണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം ഈ കർത്താവിൻ്റെ മേശയിൽ നിന്ന് പങ്കുകൊള്ളുമ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി കൊടുത്ത വിലയാണ്. കർത്താവ് ക്രൂശിൽ വില കൊടുത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മൾ വില കൊടുക്കുമ്പോഴാണ് അനേകർ വീണ്ടും കർത്താവിൻ്റെ സന്ധിയിൽ സന്തോഷിക്കുന്നത്. തീർച്ചയായിട്ടും ഒരാളെ പിശാചിൻ്റെ പിടിയിൽ നിന്ന് വിടുവിക്കുന്നുണ്ട്. സാത്താൻ വന്ന് 2 അള്ളലും ഞുള്ളലും മാന്തലും ഒക്കെ ചെയ്യും. അത്രേ ചെയ്യാൻ പറ്റൂ, വെട്ടാനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ അവൻ്റെ ചെറിയ പരിപാടികളൊക്കെ, ഒരു യുദ്ധം, ഒരു പോരാട്ടം എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഇടി കിട്ടുമല്ലോ. നമ്മൾ പോരാട്ട കളത്തിലല്ലേ, മുമ്പിൽ തന്നെ നിൽക്കാം, പുറയിലല്ല. അതുകൊണ്ടാണ് പിൻപന്മാരൊക്കെ മുൻപന്മാരായി തീരട്ടെ എന്ന് ഞാൻ പറഞ്ഞില്ല. പുറയിലല്ല, കർത്താവിന് വേണ്ടി മുൻപിൽ നിൽക്കുവാൻ തന്നെ കർത്താവ് സഹായിക്കട്ടെ. ദൈവം നിങ്ങളതിന് വേണ്ടി ബലപ്പെടുത്തും.